ഒരു മദ്രസ. അനുഭവത്തിലുള്ള കാര്യങ്ങൾ അധികം പറയണ്ടാവല്ലോ കേട്ടോ. സഞ്ചാരം പുറത്ത് കൂടുതൽ കുറവായതുകൊണ്ട് അത് അനുഭവത്തിലുള്ള കാര്യങ്ങൾ. മദ്രസൻ്റെ ഉള്ളത് വീട്ടിൻ്റെ നേരെ മുമ്പിലാണ്. നല്ല തറവാട് കുടുംബം, മുസ്ലിമീങ്ങൾ, നല്ല കുടുംബം. പിന്നെ അതല്ലേ എല്ലാ ആളുകളാണ് പാപ്പായിട്ട് കൊടുത്തതാണ് സ്ഥലം. മദ്രസ നേരെ അങ്ങോട്ട് പുലർന്ന് ഏകദേശം 7 മണിയായാൽ തുടങ്ങിയൊരു ഫാത്തിഹ, പിന്നെ ഒരു ബെയ്ത്ത്, പിന്നെ തന്നെ പഠിക്കൽ തന്നെ. നിസ്കാരത്തിൻ്റെ പറള് 9 എത്ര പറള് കാര്യത്തിൻ്റെ എത്ര 14 ഉളുവിൻ്റെ പറള് 6, ചെറുത്ത് 5, കുളിയുടെ പറള് 2. ഇങ്ങനെ ഇതൊക്കെ പഠിക്കലും പഠിപ്പിക്കലും അവസാനം കഴിഞ്ഞൊരു സലാത്തും. വീട്ടിലാരെങ്കിലും വരുമ്പോൾ സംസാരിക്കാനും കൂടി നിവൃത്തിയില്ല. അങ്ങനെ പ്രശ്നമായപ്പോൾ അവരെന്ത് ചെയ്തു? മദ്രസ തച്ചു വിളിക്കാനും നിവൃത്തിയില്ല. ഏറിയായി സംഭവത്തിൻ്റെ 10 കൊല്ലം പഴക്കേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു? ഈ സ്ഥലത്തിന് ഡബിളായിരിക്കുന്ന സ്ഥലം അതിന് തൊട്ടിട്ട് അവിടുത്തെ സൗണ്ട് വീട്ടിൽ കേൾക്കാതെ കണ്ടിട്ട് മാറ്റി കൊടുത്തു. എന്നിരുന്നായിട്ട് പൊളിച്ചു. ഒക്കെ പെയ്ത സ്ഥലമാണ്. നമ്മൾ വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ചൊല്ലിയാൽ പോത്ത് വെട്ടാതിരിക്കോ? വെട്ടാൻ വരുന്ന പോത്തിനോട് വലിയ പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ ആളിങ്ങനെ നിന്ന് പോത്ത് വെട്ടൽ തന്നെ, നായ കടിക്കൽ തന്നെ, രക്ഷയൊന്നുമില്ല. ഇതുപോലെ വഖഫ് ചെയ്ത സ്ഥലം മാറ്റാൻ പാടില്ല, അങ്ങോട്ട് ചെയ്യാൻ പാടില്ല, ഇങ്ങോട്ട് ചെയ്യാൻ പാടില്ല. ആരോടാ പറയണത്? പോത്തിനോടോ? അപ്പുറത്തോടെ ഉണ്ടാക്കി. ഈ സൗണ്ട് കേൾക്കാൻ പറ്റാത്തോണ്ട് സലാത്തും പാത്തയും കുട്ടികളുടെ ഈ പഠിപ്പും ഇതൊന്നും കേൾക്കാൻ വേണ്ടി കഴിയില്ല. പിന്നെ ചിലപ്പോൾ നേരം പുലർന്ന് വീട്ടിൽ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ലക്ഷണക്കട കാണുന്നത്. ശവനം പേച്ച പോയില്ല കാര്യം. ഒരു മൂല്യം അങ്ങനെ തലയെക്കെട്ടും കെട്ടിയിട്ട് അങ്ങനെ എന്നെ മദ്രസയിൽ ഇങ്ങനെ കയറിയതിനും മനസ്സിന് പിരാന്തിരി കവറെങ്കിലും പോകണം. ഇത് ഒരീസാണി പോട്ടെ എന്നു തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് പരിഹാരമായിട്ട് പിന്നെ ചെയ്ത പണിയതാ. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? പള്ളിക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക? ടെലിവിഷനോട് ഓണാക്കി തന്നെ ഒന്നോടത്ത് കാണാം, അങ്ങോട്ട് സൗണ്ട് ഉണ്ടാക്കുക. അപ്പോൾ അത് എന്ത് കേൾക്കുക? ബാങ്ക് കേൾക്കില്ല. അപ്പോൾ കേൾക്കുന്ന ആളുകൾ എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ എന്നാ ബാങ്ക് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് പറയാം. അല്ല, അത് ബാങ്ക് കഴിഞ്ഞതിന് ശേഷമാണ്. അങ്ങനെ ഇതൊക്കെ പറയാലോ. ഇത് ഇപ്പോൾ ഇല്ലല്ലോ ജോലി, നമ്മുടെ ജോലിയില്ലല്ലോ അവർക്ക്. ബാങ്ക് കേൾക്കുന്ന സമയത്ത് അവൻ എന്ത് പറയണം? ബാങ്ക് കൊടുക്കുന്ന ആള് പറയും പോലെയുള്ള വാചകങ്ങൾ തീർന്നാൽ ഇവനും കൂടെ പറയുക. എന്നിട്ട് എല്ലാ സ്ഥലത്തിലും അതന്നെ പറയേണ്ടത്. ഹയ്യാല സ്വലാന്ന് പറയാൻ തുടങ്ങിയാൽ എന്ത് പറയണം? വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം ഹയ്യാലൽ ഫലാഹിലും പറയണം. ഇഖാമത്ത് കൊടുക്കുന്ന സമയത്താണെങ്കിൽ എന്ത് പറയണം? അടക്കം നിസ്കരിക്കാനായില്ലേ എന്ന് പറയല്ലേ? നിസ്കാരം നിലനിർത്തിന്നല്ലേ? എപ്പോ നോക്കുമ്പോൾ തന്നെ നിസ്കാരം. അഖാമഹല്ലാഹു വഅദാമഹ അറിയുമെങ്കിൽ വജഅലനി മിൻ സാലിഹി അഹ്ലിഹാ എന്ന് കൂട്ടി പറയാ. അല്ലെങ്കിൽ അഖാമഹല്ലാഹു വഅദാമഹ അതിന് സപ്പോർട്ട് ചെയ്യാ. അല്ലാഹു തആല അതിന് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ എന്നാ. അപ്പൊ അതിനോട് സഹകരിച്ചു, സന്തോഷമായി. സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോൾ എന്താ പറയാ? ആരും കേൾക്കലില്ല. നിങ്ങൾ ആരും സുബഹിന്റെ ബാങ്ക് കേട്ടിട്ടുണ്ടോ? ജോലിക്ക് നേരത്തെ പോകുന്ന ആൾക്കാരൊക്കെ കേൾക്കുമല്ലോ. മിക്കാറുകളും കേൾക്കാൻ കഴിയില്ല. അഥവാ കേട്ട എന്തായാലും അതിൽ പ്രത്യേകമായ വാചകം എന്താ ഉള്ളത്? അസ്സലാത്തു ഖൈറും മിനൻ നൗം. അസ്സലാത്തു നിസ്കാരമാകുന്ന ഖൈറും ഏറ്റവും ഗുണകരമായ. ഖൈർ എന്ന് പറഞ്ഞാൽ ഇസ്മു തഫ്ളീൽ, ഏറ്റവും ഗുണകരമായതാണ്. മിനൻ നൗമി വർക്കിനേക്കാണെന്ന് മുഅദ്ദിൻ പറയുമ്പോൾ സാമി എന്ത് പറയണം? കേൾക്കുന്നത് എന്ത് പറയണം? സദഖത വ ബരിർത. സദഖത, യെസ്, ഈ പറഞ്ഞ വളരെ ശരിയാണ്, നീ നന്മയാണ് പറഞ്ഞത്. സദഖത ബരിർത വബിൽ ഖൈരി നതഖത. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് അറിയുമെങ്കിൽ കൂട്ടി പറയുക. വളരെ ശരിയാണ് നീ പറഞ്ഞത്, ഖൈർ കൊണ്ട് നീ സംസാരിച്ചു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എത്ര സത്യമാണ് എന്നാ പിന്നെ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈ സമയത്ത് നിസ്കരിക്കൽ ഖൈറാണെന്ന് പറഞ്ഞത് എത്ര സത്യമാണെന്ന് ഒരു മുഅ്മിനായിരിക്കുന്ന ഒരു മനുഷ്യൻ പറയുകയാണ്. അപ്പൊ നമ്മൾ ഈ പറയപ്പെടുന്നതായിരിക്കുന്ന വാചകങ്ങൾ അതിന്റെ പുറത്തുള്ളതാണ്. ലാ ഹൗല, വലിയ പോരിശയുള്ളതായ വാക്കുകളാണ്. ഇതൊക്കെ ജീവിതത്തിൽ ഇപ്പോൾ നമുക്ക് വേണം. ദിക്ർ സമാധാനമാണ്, സംരക്ഷണമാണ്. പ്രത്യേകിച്ച് യാത്രയിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത അനാവശ്യമായ കലാമുകളിൽ മശഗൂലായാല് മൻ തകല്ലമ ഹാലല്ലദാനി യുഖ്ശാ അലൈഹി സൂഉൽ ഖാതിമ. ഖാല ബഅദു സാദാത്തിൽ ആരിഫീന ബില്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് അറിയുന്ന മഹാന്മാരായ ആളുകൾ പറയുന്നത്, മൻ തകല്ലമ ഹാലല്ലദാനി, ബാങ്കിന്റെ സമയത്ത് ആരെങ്കിലും ആവശ്യമില്ലാതെ നിർബന്ധമല്ലാത്ത വാക്കുകളെ കൊണ്ട് സംസാരിച്ചാൽ യുഖ്ശാ അലൈഹി, അവന്റെ മേൽ പേടിക്കപ്പെടും. സൂഉൽ ഖാതിമത്തി, ഈമാൻ തെറ്റി മരിക്കുക എന്നുള്ള സംഭവം ഏത് സമയത്തും സംഭവിക്കാൻ പേടിക്കപ്പെടും. വല്ലയാദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ശ്രദ്ധിക്കണം, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒച്ചയും മിടിയൊന്നും ഉണ്ടാക്കരുത്. നിശബ്ദരാവണം, മിണ്ടാതിരിക്കണം. നിർബന്ധമായ കാര്യം എന്ന് പറഞ്ഞാൽ
സംസാരിച്ചേ പറ്റുകയുള്ളൂ. ഒരാൾ പെട്ടെന്ന് കണ്ണു കാണാത്ത ഒരാളെ ഒരു കിണറിൽ ചാടിപ്പോവും, അല്ലെങ്കിൽ വേറെ ഉപദ്രവജീവികളിൽ അത് കുടുങ്ങിപ്പോവും, വല്ല കുട്ടികൾ ഇങ്ങനെ പെട്ടെന്ന് അബദ്ധത്തിൽ കുടുങ്ങിപ്പോവും, അല്ലെങ്കിൽ അപ്പോൾ പറഞ്ഞാലേ നടക്കുകയുള്ളൂ, അബദ്ധം അതിന് മേലിൽ സംഭവിക്കും. അങ്ങനെയുള്ള ബേജാറുള്ള വിഷമകാര്യങ്ങൾക്കൊക്കെ സംസാരിക്കാം. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله. أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതും പിരിഞ്ഞതൊന്നുമെല്ലാം സാലിഹമലാക്കി തീർക്കട്ടെ. ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തുവരുമാറാവട്ടെ. ളാഹിരിയും ബാത്തിനിയും മാനസികവും ശാരീരികമായ രോഗങ്ങളൊക്കെ അല്ലാഹു തൽശിഫയാക്കട്ടെ. ഖൈറായ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. അവസാനം പരിപൂർണ്ണ ഈമാനോടുകൂടെ മരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹുവിന്റെ മഹലായ പദരുകൊണ്ട് നമ്മയും അഹ്ലികാരെല്ലാം മുഅ്മിനീങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. യാത്രയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് യാത്രയുടെ സുന്നത്ത് നമസ്കരിക്കുക. എത്ര സൂറത്തുകളാണ് ഫാത്തിഹയ്ക്ക് ശേഷമായി അതിൽ ഓതേണ്ടത്? മൊത്തം 5 സൂറത്തുകൾ. ഒന്നാമത്തെ റക്അത്തിൽ ഇലാഫി ഖുറൈശ്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂന, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഏതൊരു ഹലാലായ യാത്രയിലേക്ക് പ്രവേശിക്കുമ്പോഴും ഈ നിസ്കാരം പ്രത്യേകമായ സുന്നത്താണ്. നമസ്കാരം പാടില്ലാത്ത സമയത്ത് ഈ നിസ്കാരവും പാടുള്ളതല്ല. നിസ്കാരം ഹറാമാണെന്നും സഹിയല്ലാന്ന് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നു. നിസ്കാരം പാടില്ലാത്ത സമയത്ത് യാത്രയിലേക്ക് പ്രവേശിക്കുന്ന ആളുടെ നിസ്കാരം ഹറാമായതോടുകൂടെ അത് സഹിയാവുകയില്ല. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ അഭിപ്രായം നിസ്കാരം സഹിയാണ്, പക്ഷേ അത് കുറ്റത്തിലേക്ക് ചേർക്കുന്നതാണ്. അതുകൊണ്ട് പാടില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. നിസ്കാരല്ലേ വളരെ നല്ലതല്ലേ എന്ന നിലക്ക് നാം നിർവഹിക്കേണ്ടതില്ല. നിസ്കാരം നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ട് ളുഹ്ർ 4 റക്അത്തുള്ള 8 പറ്റുമോ? അത് പറ്റുകയില്ല. സമയാവുന്നതിന്റെ മുമ്പും അത് നടക്കാൻ പറ്റുകയില്ല. അപ്പോൾ എല്ലാം അള്ളാഹുവിന്റെ കൽപ്പനവും തീരുമാനങ്ങൾ അനുസരിച്ച് ചെയ്യുന്നതിനെ ഇബാദത്ത് എന്ന് പറയുകയുള്ളൂ. മറ്റത് ഇബാദത്തല്ല, അത് അനീതിയാണ്, അക്രമമാകുന്നു, അത് പാടുള്ളതല്ല, അള്ളാഹു പുറപ്പെടുകയും ചെയ്യുകയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ഖല്ലഫ അഹദുൻ മിൻ ദഅലിഹി അഫ്ളല മിൻ റകഅത്തൈനി യർകഉഹുമാ. ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമായതോടുകൂടെ ഒരാൾ യാത്ര പുറപ്പെട്ടു പോകുമ്പോൾ ആ വീട്ടുകാരെയും അവന്റെ മക്കളും അവന്റെ ഭാര്യ, അവന്റെ സമ്പത്ത്, അവന്റെ വീടും എല്ലാം കാത്തുരക്ഷിക്കാനും കാത്തു സൂക്ഷിക്കാനും ഉത്തരവാദിത്തപ്പെടുത്തി പോകുന്ന ആരെല്ലാം ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഫലപ്രദവും ഉപകാരപ്രദവുമായത് ഈ പരിശുദ്ധമായ 2 റക്അത്ത് നിസ്കാരമായതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അങ്ങനെ യാത്രയിലേക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവൻ പ്രത്യേകമായ ചില വാക്കുകൾ, ദിക്റുകൾ ഓതിക്കൊണ്ട് പുറപ്പെടണം. അതവന് സമാധാനവും സംരക്ഷണവുമാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളിമ ഔ ഉലമ ഔ അളില്ല ഔ ഉലല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. പഠിച്ചില്ലേ? കാണാതെ പഠിച്ചില്ല എല്ലാവർക്കും? കണക്കന്നെ. ഇന്നലെ പറയാൻ തുടങ്ങിയിട്ടല്ലോ, എപ്പോഴൊന്നും കാണാതെ പടിയില്ലല്ലോ. അതും കഴിഞ്ഞതിന്റെ ശേഷമായി ആ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് പ്രത്യേകമായി ആയത്തുൽ കുർസിയിൽ ഇലാഫി ഖുറൈശ് അതിന്റെ ഗുണങ്ങളും ആ പ്രത്യേകമായ സൂറത്ത് അല്ലെങ്കിൽ ആയത്ത് ഓതാൻ കൽപ്പിക്കപ്പെട്ടതിലുള്ള ഗുണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതോടുകൂടെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് ആര് പറഞ്ഞാലും ലിഅന്നഹു കാന ദവാഅൻ ലിത്സ്ഇം വതസ്ഈന ദാഅൻ, 99ഓളം വരുന്നതായ രോഗങ്ങൾക്ക് അതിൽ ശമനമുണ്ട്. മനുഷ്യനുമായി ബന്ധപ്പെടുന്ന ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവാം, നമ്മൾ അറിയാത്ത രോഗങ്ങളും ഉണ്ടാവാം, അറിയുന്നതും ഉണ്ടാവാം, സഹിക്കാൻ കഴിയുന്നതും സഹിക്കാൻ കഴിയാത്തതും ഉണ്ടാവാം. അതിലൊക്കെ ഒരു ചികിത്സ മുറകളുണ്ട്. അത് ഈ പരിശുദ്ധമായ വാക്കുകളിലുണ്ട്. ഇത് സാധാരണ പദമല്ല. മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പഠിപ്പിക്കുന്നത് വൽ ബാഖിയാതു സാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, ബാബു വൽ ബാഖിയാതു സാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഒരു സബ്ജക്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഈ ബാഖിയാത്തു സാലിഹാത്ത് എന്താകുന്നു? അത് പരിശുദ്ധമായിരിക്കുന്ന
സ്വർഗത്തിൽ അനുഭവിക്കാനുള്ള ചില പ്രത്യേകമായിരിക്കുന്ന വൃക്ഷങ്ങളും പഴവർഗ്ഗങ്ങളുമാകുന്നു. അത് ഭൗതികമായ ലോകത്ത് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 99ഓളം വരുന്ന വിഷമത്തിന്റെ പരിഹാരമാണ് ഐസറുഹാദിൽ ഏറ്റവും ചെറിയത്. നബീനാഥങ്ങൾ പറയുകയാണ്, ഐസറുഹാദിൽ നിസാരമാത് അൽ അമ്മു ഹമ്മാകുന്നു. അപ്പൊ ഹമ്മു ഹുമുകൾ തീരുമാനം വേണ്ടി ഒരു സ്വഹാബി, അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തെ പോറ്റുന്നവനായിരുന്നു, കുടുംബത്തെ പരിപൂർണമായി സംരക്ഷിക്കുന്ന മകനായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അവനെ ലേബർ പിടിച്ചു, കുടുക്കൽ കുടുങ്ങിപ്പോയി, ശത്രുക്കൾ പിടികൂടി ജയിലിൽ കൊണ്ടുപോയി അടച്ചു. ഈ കുടുംബത്തിന്റെ ജീവിതം തകർന്നു. നബി തങ്ങളോട് പോയി പണ്ടി ഈ കാര്യങ്ങളും വിഷമങ്ങളൊക്കെ വേവലാതിയും പരാതിയൊക്കെ ബോധിപ്പിച്ചപ്പോൾ ഹബീബാ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയുണ്ടോ? ഉണ്ട്. എന്നാൽ ലക്തിറ, നിങ്ങൾ കൂടുതൽ ഓതണം. എന്തിന്? ബിലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ദിക്ർ നിങ്ങൾ ധാരാളം അങ്ങോട്ട് ചൊല്ലുക, ഓതുക. എണ്ണം പറഞ്ഞില്ല, എത്രയും ആവാ, എത്ര സാധിക്കുന്നിടത്തോട് ഓതിക്കൂടി. 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ പാവപ്പെട്ടതായിരിക്കുന്ന മനുഷ്യന്റെ സ്വഹാബിയുടെ മകനെ നിരപരാധിത്വം സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അവൻ എന്ത് ചെയ്തു? ആ ശത്രുക്കള്, കാഫിറുകള്, ഹർബിയായ കുഫാർ അവനെ ഉപേക്ഷിച്ചു. അവരെ വെട്ടിച്ചു കടന്നപ്പോൾ ആ കാലഘട്ടത്തിൽ ഹർബിയായ കാഫിർ ധാരാളമുണ്ട്. ഇന്ന് ഹർബി ഉണ്ടോ അല്ലേ എന്നുള്ളത് ഖിലാഫുണ്ട്. ഇന്ന് ഹർബി, നമ്മളും ഹർബികള്, അവരും ഹർബികള്, അത് വേറെ പ്രശ്നം. അന്ന് ഹറാബത്തുള്ള കാഫിറിന്റെ മുതലുകള് മുസ്ലിമീങ്ങൾക്ക് ഗനീമത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആയിൽ കാണാം, അല്ലാഹുമ്മ ജഅൽ അംബാലഹും ഗനീമത്തൻ ലിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളുടെ ശത്രുക്കളായ കാഫിറുകളുടെ സമ്പത്ത് പടച്ചവനെ, അത് ആ ശത്രുക്കളുടെ മുതലുകൾ മുസ്ലിമീങ്ങൾക്ക് ഗനീമത്താക്കി മാറ്റണേ അല്ലാഹ്. ഒരുപാട് ദുആകളുണ്ടല്ലോ, അക്രമികളായിരിക്കുന്ന ആളുകളുടെ അക്രമത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ദുആകൾ. اللهم اجعل دائرة عليهم وارسل العذاب إليهم اللهم دمرهم يا قهار اللهم اهلكهم يا جبار واجعل أموالهم غنيمة للمسلمين. ഈ പാവപ്പെട്ടതായ സ്വഹാബിയുടെ മകൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് വാപ്പയും ഉമ്മയും കൂടി ഓതിയപ്പോൾ വളരെ വൈകാതെ കണ്ട് കുടുംബത്തിന്റെ പരിഹാരം അല്ലാഹു ഉണ്ടാക്കിയ മകൻ രക്ഷപ്പെട്ടു പോരുമ്പോൾ ആ കാഫിരിങ്ങളെ വെട്ടിച്ചു പോരുമ്പോൾ അവരെ കുറെ ആടുകളുമാകുന്ന വസ്തുക്കളുമായിട്ട് അവൻ ഇങ്ങോട്ട് കടന്നു പോരാൻ കഴിഞ്ഞു. അപ്പൊ 2 ഗുണമാണ് ഈ സ്വഹാബിക്കും ഈ കുടുംബത്തിനും ലഭിച്ചത്. എന്താ? അവരുടെ ജീവിതത്തിലുള്ള പരാധീനതകളും കട്ടപ്പാടുകളും ദാരിദ്ര്യങ്ങളും മുഴുവനും പരിഹരിക്കപ്പെടുകയും ഇവർക്ക് മകനില്ലാത്തതായ ഹമ്മും പരിഹരിക്കപ്പെട്ടു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിന്റെ ഒരു വ്യാഖ്യാനത്തിൽ ഇത് കാണാം, ഉമയ്യത്തഖില്ലാഹ യജഅൽ ലഹു മഖറജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് ഉമയ്യതവക്കൽ അലൈഹി ഫഅലല്ലാഹി ഫഹുവ ഹസ്ബുഹു. അപ്പോ അത്ര വലിയൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അങ്ങനെ കൂടുതലായിട്ട് ഓതുക. അതോടുകൂടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത്, പാർപ്പിടത്ത് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇത് ഓതിയിട്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ ഖാലത്തിൽ മലായികത്തു ഹുദീത വ കുഫീത വ വഖീത, അവരുടെ ഒരു ദുആയും കൂടി നമുക്ക് ലഭിച്ചു. ഹുദീത വ കുഫീത വ വഖീത, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. ഒരു ശത്രുവിന്റെ ശല്യം നിനക്കുണ്ടാവുകയില്ല. നിനക്ക് പൂർണ്ണമായ വിഖായത്തുകൾ, കാവലുകൾ, സമാധാന സംരക്ഷണങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ ഏത് കാല് വെച്ചിറങ്ങണം? ഇടത് കാല് വെച്ച് ഇറങ്ങേണ്ടതാകുന്നു. കാലിൽ ചെരുപ്പ് ധരിക്കുമ്പോൾ ഏത് കാല് വെച്ച് വേണ്ട ആദ്യം തുടങ്ങേണ്ടത്? വലത് കാല് കൊണ്ട്. സാധിക്കുമെങ്കിൽ അല്പം ഒന്ന് ഇരുന്ന് കൊണ്ടിടാൽ അതിൽ കുറച്ചുകൂടി നല്ലതാണ്. ഷോക്സ് ഒക്കെ ധരിക്കുമ്പോൾ ഒന്ന് ഇരുന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ, അന്ന് ഒന്നില്ലെങ്കിൽ ഒന്ന് വളഞ്ഞു ചെയ്യാനെങ്കിലും പറ്റുമെങ്കിൽ നമുക്കത് നല്ലതാകുന്നു. അതൊക്കെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് പിന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ثم يستحب أن يودع أهله وجيرانه وأصدقائه ويودعوه ويقول كل واحد منهم لصاحبه استودع الله دينك وأمانتك استودع الله دينك وأمانتك പിന്നെ وخواتيم عملك زوّرك الله التقوى وغفر ذنبك ويسر لك الخير حيثما كنت. എല്ലാവരോടും യാത്ര പറയുന്നത് ഈ രൂപത്തിലായിരിക്കണം. അത് സുന്നത്താണ്. സഹിയായ ഹദീസിൽ വന്ന സംഭവമാണ്. എല്ലാവരോടും യാത്ര പറയുക. അവന്റെ വീട്ടുകാരോട്, അവന്റെ അയൽവാസികൾ, യാത്രയാക്കാൻ വേണ്ടി വന്ന അയൽവാസികൾ ഉണ്ടാവാം. അയൽവാസിയെ യാത്രയാക്കാൻ പോലെ സുന്നത്താ. വരാൻ വേണ്ടി ക്ഷണിക്കണമെന്നില്ല. സദ്യവട്ടം ഉണ്ടാകുമ്പോഴേ ക്ഷണിക്കേണ്ടതുള്ളൂ. അവന് പോവുക എന്ന് അറിഞ്ഞാൽ അവനുമായിട്ട് യാത്ര പറയുക. ഇറങ്ങുന്നവരേക്കും കാത്തു നിൽക്കണമെന്നൊന്നുമില്ല. അവനുമാതിരി യാത്ര പറയുക, അവന് സന്തോഷമുണ്ടാക്കി തീർക്കുക എന്നുള്ള ഒരു അയൽവാസിയുടെ കടമയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യുമിനു അഹദുക്കും ഹത്താ യുമിന ജാറുഹു ബവായിഖഹു ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു അയൽവാസി ഒരു മനുഷ്യനും മുസ്ലിം ആവുകയില്ല, അവന്റെ ഈമാൻ പൂർണ്ണമാവുകയില്ല. അവന്റെ അയൽവാസി എന്താവണം? ഇവനെ പറ്റി പൂർണ്ണമായി വിശ്വസ്തനാവണം. അവന്റെ വക്കൽ നിന്ന് ഒരു വാക്ക് കൊണ്ടും എനിക്ക് എതിർപ്പുണ്ടാവുകയില്ല. അവന്റെ കുടുംബത്തിൽ നിന്നും അവരെന്നെ എതിർക്കുകയില്ല. അവർ സാമ്പത്തികമായിട്ട് എന്നെ തകർക്കുകയില്ല. എന്നെ ഒന്നും അവർ ചെയ്യുകയില്ല എന്നൊരു നന്മയുടെ ബോധം അയൽവാസിക്ക് പരസ്പരം ഉണ്ടായാലേ അവന്റെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. ഒലവുക്കാന കാഫിറൻ, അയൽവാസി കാഫിറായിരുന്നാലും ശരി. നമ്മൾ പറഞ്ഞല്ലോ, കാഫിറായിരിക്കുന്ന അയൽവാസിയാണെങ്കിൽ അവന് ഒരു കടപ്പാടുണ്ട്, അയൽവാസി എന്ന കടപ്പാട്. അപ്പൊ ആ കാഫിറായ അയൽവാസിക്ക് നമ്മെക്കുറിച്ച് നല്ല ബോധം ഉണ്ടാവണം. ആ മാപ്പിള അതല്ലെങ്കിൽ ആ മുസൽമാൻ എന്നെ ഇടകറാക്കുകയില്ല, ഒരു ബുദ്ധിമുട്ടും അയാൾ ഉണ്ടാക്കി തീർക്കില്ല, അയാൾ നല്ലൊരു മനുഷ്യനാണ് എന്ന ഒരു വിശ്വാസം നമ്മെ പറ്റി ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, യൂഷിക്കുല്ലു മമ്മുൻ തദാ അലൈക്കും കമാ തദാ അൽ അകലതു ഇലാ ഖസതിഹാ ഖാല അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമൈദി യാ റസൂലല്ലാഹ് ഖാല ബൽ അൻതും കസീർ വലാകിന്നകും ഖുസാഉൻ കഖുസാഇ സൈരി وَلَيَنزَعَنَّ اللَّهُ مِنْ صُدُورِ عَدُوِّكُمُ الْمَهَابَةَ مِنْكُمْ وَلَيَقْذِفَنَّ فِي قُلُوبِكُمُ الْوَهْنَ قَالُوا مَا الْوَهْنُ يَا رَسُولَ اللَّهِ قَالَ حُبُّ الدُّنْيَا وَكَرَاهِيَةُ الْمَوْتِ. ഒരു കാലം നിങ്ങളിൽ വരാനുണ്ട്, എന്റെ സമുദായത്തിൽ അധികം വൈകാതെ കണ്ട് ആസന്നമാകുന്നു. എന്താ സംഭവിക്കുന്നത്? ആ സമയത്ത് നിങ്ങളുടെ എതിരാളികളും പോരാളികളുമായിരിക്കുന്ന ആളുകൾ നിങ്ങളെ പങ്കിട്ടുകൊണ്ട് കടിച്ച് ചവച്ച് തിന്നാൻ വേണ്ടി, വെട്ടി നുറുക്കാൻ വേണ്ടി, കരിച്ച് കളയാൻ വേണ്ടി എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും ആയുധങ്ങളും ആളുകളുമായി തയ്യാറായി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഒരു മുസൽമാൻ പോകുന്ന വഴിയിൽ അവനെ വെട്ടി നുറുക്കാൻ വേണ്ടി, അവനെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ എതിരാളികൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഏതുപോലെ എന്തോ ഒരു ആഗ്രഹം, ആവേശമാണ് ആ വിഷയത്തിൽ അവർക്കുള്ളത്. വലിയ താല്പര്യത്തോടുകൂടെ പൂർണ്ണമായിരിക്കുന്ന ആരോഗ്യം പ്രകടമാക്കിക്കൊണ്ട് ഉപകരണങ്ങളോടുകൂടെ വന്ന് കാത്തു നിൽക്കുന്നു. ഏതുപോലെയാണ് നബികൾ പറയുന്നു, കമാ തദാൽ അക്കലതു ഇലാ ഖസഅതിഹാ. നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കൊടുന്നു വെച്ചാൽ സ്വാഭാവികമായി പ്രകൃതിയാൽ എത്രയും അത് പെട്ടെന്ന് തിന്നാൻ വേണ്ടി മനുഷ്യ പ്രകൃതി അതിലേക്ക് ആകർഷിച്ചു വന്നുകൊണ്ടിട്ട് ആ ഭക്ഷണം എത്രയും പെട്ടെന്ന് എല്ലാവരും കൂടി വാരിയെടുത്തുകൊണ്ട് പാത്രം കാലിയാക്കും പോലെ ഇസ്ലാമിന്റെ അഖിലുകാരെ നാട്ടിൽ നിന്ന് കാലിയാക്കി ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ എതിരാളികൾ അതിന്റെ പൂർണ്ണമായ ആയുധങ്ങളോടുകൂടെ കാത്തു നിൽക്കുകയാണ്. അപ്പൊ ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമൈദിൻ. അന്ന് ഞങ്ങളുടെ ജനസംഖ്യ കുറവായത് കൊണ്ടാണോ ഞങ്ങൾ പരാജയപ്പെടുന്നത്? ഞങ്ങൾ മുസൽമാന്റെ എണ്ണം കുറഞ്ഞത് കൊണ്ടാണ് ശത്രുവിന്റെ മുമ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടുകൊണ്ട് ഭക്ഷണം നശിപ്പിക്കും പോലെ, തിന്നു തീർക്കും പോലെ ഞങ്ങളെ കൊന്നു തീർക്കുന്നത്? നബി തങ്ങൾ പറയാണ്, ഖാല ബൽ അൻതും കസീർ. നിങ്ങൾ ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബൽ അൻതും ഖുസാഉൻ കഖുസാഇ സൈലി. നിങ്ങൾ മഴ പെയ്തുകൊണ്ട് ആ കുന്നുകളിൽ നിന്നും അതുപോലെയുള്ള ഒഴുക്കുചാലുകളിൽ നിന്നൊക്കെ വരുന്ന ശക്തിയായി ഒഴുകി വരുന്നതായ ആ വരുവെള്ളത്തിലുള്ളതായ ചപ്പുകളും ചവറുകളും അഴുക്കുകളും അതാ ഒരു ഭാഗത്ത് ഇങ്ങനെ തട്ടി നിൽക്കും പോലെയുള്ളതായ അഴുക്ക് പിടിച്ചതായ മനുഷ്യരാണ്. നിങ്ങൾക്ക് വെയിറ്റില്ല, നിങ്ങളുടെ ഈമാനിന് പ്രകാശമില്ല, നിങ്ങളുടെ പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മുസൽമാനാണ് നിങ്ങൾ. നബിതങ്ങൾ പറയുന്നു, വലയൻസഅന്നല്ലാഹു മിൻ സുദൂരി അദുവിക്കും അൽ മഹാബത മിൻകും. നിങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്ന മതിപ്പുകൾ നിങ്ങളുടെ എതിരാളികളിൽ പോയി പമ്പ കടന്നു പോയി. മുസ്ലിമീങ്ങളാണ്, മഹാന്മാരായ പിള്ളറാണ്, മഹാപിള്ളറാണെന്ന് കൊടുങ്ങല്ലൂർ വന്നതായിരിക്കുന്ന മാലിക് നീനാർ അനുയായികളെ ആ നാട്ടിലുണ്ടാകുന്ന കൃഷ്ണനും ഗോപാലനും രാമനും രാമചന്ദ്രനൊക്കെ മനസ്സിലാക്കിയ മഹാപിള്ളർ എന്ന് പറയുന്ന ബോധം നിങ്ങളാവുന്ന കാലഘട്ടത്തിൽ വന്നതായിരിക്കുന്ന മുസൽമാനെ കുറിച്ച് നിങ്ങൾ എതിരാളികളായിരിക്കുന്ന രാമനിൽ നിന്നും ഗോപാലിൽ നിന്നും കാളിയിൽ നിന്നൊക്കെ പോയി. വലയൻസഅന്നല്ലാഹു മിൻ സുദൂരി അദുവിക്കും അൽ മഹാബത മിൻകും വലയഖ്ദിഫന്ന ഫീ ഖുലൂബിക്കുമുൽ വഹൻ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ വഹന് എന്ന് പറയുന്ന ഒരു രോഗം പിടികൂടിയിരിക്കുകയാണ്. വഹന്. ഒരു സഹാബി ചോദിച്ചു, മൽ വഹൻ യാ റസൂലല്ലാഹ്. നബിയെ, വഹന് സാധാരണ നിങ്ങൾ പ്രയോഗിക്കുന്ന ഒരു പദമല്ലല്ലോ, തങ്ങൾ വഹന് എന്ന് പറയുന്ന പദം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വിശദീകരിച്ചാലും ഖാല ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. അതാണ് ഹുബ്ബുദ്ദുനിയാ കറാഹിയത്തുൽ മൗത്ത് എന്ന് പറയുന്ന രണ്ട് രോഗം നിങ്ങൾക്ക് പിടിപെട്ടുപോയി. ഒന്ന് ഭൗതികമായ ജീവിതത്തിലുള്ള ആഡംബരങ്ങളും ആർഭാടങ്ങളും, അത് ഏത് വിധത്തിൽ കൈവരിക്കണം, ഏത് വിധത്തിൽ സംഭരിക്കണം, ഏത് വിധത്തിൽ ചെലവഴിക്കണം എന്നുള്ള ബോധം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. തന്നെയുമല്ല കറാഹിയത്തുൽ മൗത്ത് എന്ന് പറയുന്ന രോഗം നിങ്ങൾക്ക് പിടികൂടി. പടച്ചവനെ, നാളെ മരിക്കണ്ടേ, നിന്റെ മുമ്പിലായി ഞങ്ങളെ ഹാജരാക്കപ്പെട്ടുകൊണ്ട് അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സാനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ.
റബ്ബിന്റെ സന്നിധാനത്തിൽ നിൽക്കണമെന്നുള്ളതായിരിക്കുന്ന ആ പേടി നിങ്ങളുടെ ഹൃദയത്തിൽ പോയി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശത്രുക്കള് ആ കൊടുന്നു വെച്ചതായിരിക്കുന്ന പ്ലേറ്റിലുള്ളതായിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളെ പെട്ടെന്ന് തീർക്കും പോലെ നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു കാലം വരും. അങ്ങനത്തെ കാലം വന്നാലും ശരി, നിങ്ങളുടെ അയൽവാസിയായ കാഫിർ എന്ന് ഒരു ഹക്കുണ്ട്. അതെന്താ? അയൽവാസി എന്നുള്ള ഹക്കാണ്. അതുകൊണ്ട് ലാ യുമിനു അഹദുക്കും അത്താ യുമിന ജാറുഹു ബവായികഹു, ഇവന്റെ ഭാഗത്ത് വലിയ എതിർപ്പും ആ കാഫിറിന് ചെയ്യാൻ പാടുള്ളതല്ല. അവനെ ചതിക്കാൻ പറ്റുകയില്ല, അവനെ വഞ്ചിക്കാൻ പറ്റുകയില്ല, അവനെ ചീത്ത പറയാനും പറ്റുകയില്ല. അവന് രോഗിയായാൽ അവനെ ചെന്ന് കാണണം, അവന് ഭക്ഷണമില്ലാതിരിക്കുമ്പോൾ ഭക്ഷണം കൊടുക്കണം, അവന്റെ വിശേഷങ്ങൾ അന്വേഷിക്കണം. അവന്റെ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും തടസ്സവും ഇല്ല. അങ്ങനത്തതായിരിക്കുന്ന അയൽവാസിയാണ്. അവൻ പോകുമ്പോൾ നമ്മൾ ഇല്ല, പക്ഷെ നമ്മൾ അവനോട് പറയേണ്ട പ്രയോഗം ഇതല്ല, മറ്റു പ്രയോഗങ്ങളാ. അപ്പൊ അവനെന്ത് ചെയ്യാം? നമ്മുടെ വീട്ടിലേക്ക് വരാം, ഒരു പ്രശ്നവുമായ കാര്യത്തിലില്ല. അതുപോലെ മറ്റുള്ളതായിരിക്കുന്ന മുസൽമാനായിരിക്കുന്ന നമ്മൾ നിസ്സാരമായ കാര്യത്തിന് അധിക ആളുകളും അടുത്ത അയൽവാസികളുമായി പിണക്കത്തിലും കുഴപ്പത്തിലും പ്രശ്നത്തിലും ആ ജീവിതം. അവരിങ്ങോട്ടും നമ്മൾ അങ്ങോട്ടും നിസ്സാരമായ കാര്യത്തിന് വേണ്ടിയാണ്. അതിര് തർക്കമായിട്ടും അതുപോലെ തന്നെ വെയിൽ തർക്കമായിട്ടും ഇങ്ങനെ വൃക്ഷം ഇങ്ങോട്ട് ചാഞ്ഞതിന്റെ പേരിലും അതിനെ കൊമ്പ് വെട്ടാത്തതിന്റെ പേരിലും ഇങ്ങനെ നിസ്സാരമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവന്റെ ആട് നമ്മുടെ വിളയിൽ ചാടി, അല്ലെങ്കിൽ കോഴി ചാടി, ഇങ്ങനെ നിസ്സാരമായ കാര്യത്തിന് ഒരു കുത്തും കൊലയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എന്നും ശാശ്വതമായിരിക്കുന്ന പരിഹാരമില്ലാത്ത പഴക്കിലാണ്. ബാപ്പ മരിക്കുന്നതിന്റെ മുമ്പ് രോഗിയായി കിടന്നപ്പോ വാപ്പാക്ക ചോദിച്ചു, മക്കള് എന്താ ഉപ്പ നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഉണ്ടോ? ഇല്ല പൊന്നു മക്കളെ, നമ്മുടെ അയൽവാസിയായിട്ട് നിങ്ങൾ പരമ്പരായാകുന്ന കാലം നിങ്ങൾ മിണ്ടാൻ പാടുള്ളതല്ല, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, ഞാൻ മരിച്ചാൽ എന്നെ മയ്യത്തവന് കാണിച്ചു കൊടുക്കരുത്, വാപ്പാന്റെ വസിയത്തും കൂടി വരികയാണ്. പിന്നെ പറയാനുണ്ടോ? എത്ര പാവങ്ങൾ കൊടുക്കുന്നു. വാപ്പ പറഞ്ഞിട്ട് പോകരുത്. അയൽവാസികളല്ല, കുടുംബക്കാരെ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേട്ടോ, സുന്നത്താക്കപ്പെടുന്നതാണ് യുവദ്യ അവന്റെ കൂട്ടുകാരുമായിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞാലേ ഹജ്ജ് മബ്രൂറാവുകയുള്ളൂ. അതാണല്ലോ ഇമാം നബി റളിയല്ലാഹു അൻഹു ഇതൊക്കെ ഉണർത്തുന്നത്. അതിനു വേണ്ടിയാ പറയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തുറമുകളിലും ഉണ്ടാവണം. ഒരു ഹജ്ജ് കൊണ്ട് മാത്രം ആൾ മുസ്ലിം ആകുന്നില്ലല്ലോ. ഇസ്ലാമിന്റെ 11ാമത്തെ ഫറളായിട്ട് ഹജ്ജിന് വേണ്ടിയപ്പോ അതുകൊണ്ട് മാത്രം ആവുന്നില്ല. അതെല്ലാം ഇതിനെ പൂർണ്ണമാക്കുന്നതിന്റെ കിരീടമാകുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷമല്ലേ കിരീടം വെക്കുക. അതിന്റെ ഉള്ളിൽ പിന്നെ യാതൊരു അപാകതകളും പാൾട്ടുകളും ജീവിതത്തിന്റെ മേഖലകളിൽ സംഭവിക്കരുത്. അപ്പോഴാണ് അതിന്റെ പ്രയോജനമാകുന്ന വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്നഹ്, ആ പ്രതിഫലം ഉണ്ടാവുക. അതിന് വേണ്ടി അതിന്റെ ശാഖാപരമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അയൽവാസി മുസ്ലിമാണെങ്കിലോ 2 ഹക്കുകളുണ്ട്. മുസ്ലിമാണെന്നുള്ളൊരു കടപ്പാടുമുണ്ട്, അയൽവാസി എന്നുള്ള കടപ്പാടും. അയൽവാസി കുടുംബക്കാരനാണെങ്കിലോ മുസ്ലിമാണെന്ന ഹക്കുമുണ്ട്, അയൽവാസി ഒരു ഹക്കുമുണ്ട്, കുടുംബക്കാരന്റെ ഹക്കുമുണ്ട്. ഇങ്ങനെ 3 തരത്തിലാവുന്ന അയൽവാസികൾ. അവരെല്ലാവരും നമ്മുടെ വീടുകളിൽ വരും. എന്നിട്ട് അവർ പറയണം, അസ്തഗ്ഫിറുല്ലാഹ ദീനക വഅമാനതക വഖവാതിമ അമലിക സബദകല്ലാഹു തഖ്വാ വഗഫറ ദംബക വയസ്സറ ലക്കൽ ഖൈറ ഹൈസുമാ കുന്തു എന്ന് നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ അവരിങ്ങോട്ടും പറയണം. ചെറിയ വാക്കുകളെ കാണാതെ പഠിക്കാൻ യാതൊരു പ്രയാസവുമില്ല. നമ്മളൊക്കെ നാട്ടിൽ നിന്നൊക്കെ ഗൾഫിലേക്കൊന്നൊക്കെ യാത്ര പറയുമ്പോഴും ഇങ്ങോട്ട് പോരുമ്പോഴൊക്കെ എന്താ നമ്മൾ പറയല്? നമ്മൾ പോയി വരട്ടെട്ടാ അതന്നെ പറയാൻ വയ്യ. കരഞ്ഞ് പിരിഞ്ഞിട്ടാണല്ലോ, വിഷമിച്ചിട്ടാണല്ലോ പോരുന്നത്. ആരെങ്കിലും പിടിച്ചിട്ട് തള്ളി വിടുന്ന മാതിരിയാ പോരാ. ബേജാറ് കൊണ്ടിട്ട് നാട് വിടല്ലേ, എന്നിട്ട് മജബൂറായിട്ട് പോരാണ്. ആ സമയത്ത് ഒരു അള്ളാഹുവിനോടുള്ള ഒരു വദിയത്ത്, നമ്മുടെ അമലുകൾ എന്താ ഈ പറയുന്നതിന്റെ അർത്ഥം? അസ്തഗ്ഫിറുല്ലാഹ ദീനക, സുഹൃത്ത്, കുടുംബാദികളെ, എന്റെ അഹ്ലികാരെ, എന്റെ മാതാപിതാക്കളെ, മക്കളെ, എന്റെ മറ്റുള്ള ഉറ്റവരും ഉടയവരെ, ഞാനിതാ നിങ്ങളുടെ ദീന മുഴുവനും അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. നിങ്ങളുടെ വിശ്വസ്തത, യാതൊരു വഞ്ചനയും നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു മേഖലയിലും കാണാൻ പാടുള്ളതല്ല. അമാനത്ത് എന്ന് പറയുന്നത് ലാ ഈമാന ലിമൻ അമാനതല, അമാനത്തിൽ പഴവ് സംഭവിച്ചാൽ പിന്നെ ഈമാനുണ്ടോ? അതുകൊണ്ട് നിങ്ങളുടെ അമാനത്തും ഞാൻ ഏൽപ്പിച്ചു. അസ്തഗ്ഫിറുല്ലാഹ ദീനക വഅമാനതക വഖവാതിമ അമലിക, നിങ്ങളുടെ അമലിന്റെ ഖാത്തിമത്തുകളെ ഞാൻ ഏൽപ്പിച്ചു. ഏതൊരു അമലിന്റെയും നല്ലതാണോ ചീത്തയാണെന്നോ തീരുമാനിക്കുന്നത് അന്ത്യം കൊണ്ടാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആരക്കുന്നു, പടച്ചോനെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഖവാതിമിൽ അമൽ, അമലിന്റെ ഖിതാബുകൾ നന്നാവാൻ വേണ്ടി, ഖൈറാവാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. അമൽ ചെയ്തുകൊണ്ടായാലും അതിന്റെ ആഖിബത്ത് നന്നാവണം, അതിന്റെ അന്ത്യം നന്നാവുക, അതായത് അത് പൂർണ്ണമാവുക. അതുകൊണ്ട് വഖവാതിമ അമലിക, സുഹൃത്തുക്കളെ, കുടുംബാദികളെ, നിങ്ങളുടെ അമലിന്റെ പൂർണ്ണമായി നന്നായി തീരാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പറയുകയാണ്. സബ്ബദകല്ലാഹു തഖ്വാ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും തഖ്വയാകുന്ന ആ ഭക്ഷണ സാധനം കൊണ്ട് നിങ്ങളെ പോറ്റട്ടെ, നിങ്ങളെ സംരക്ഷിക്കട്ടെ. എന്ത് കച്ചവടം ചെയ്താലും തഖ്വയുണ്ട്, കൃഷി ചെയ്താലും കച്ചവടമാണ്. അതുപോലെ വേറെ ബിസിനസ്സുകളൊക്കെ ഉണ്ട്, ഹലാലാതെ മുഴുവനും തഖ്വയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മാ തഫഅലൂ മിൻ ഖൈരി യഅലമുല്ലാഹു വതസബ്ബദൂ ഫഇന്ന ഖൈറ സാദി തഖ്വാ വത്തഖൂനി യാ ഉലിൽ അൽബാബ്.
എന്ത് നിങ്ങൾ ചെയ്താലും അത് മുഴുവനും അള്ളാഹു അറിയുന്നവനാണ്. പക്ഷേ മുഅ്മിനീങ്ങളെ ഫതസവ്വദൂ, നിങ്ങൾ ഭക്ഷണം നിങ്ങൾ ശേഖരിച്ചോളി. ഫഇന്ന ഖൈറസ്സാദി തഖ്വാ, തഖ്വയാകുന്ന ഭക്ഷണമാണ് ഏറ്റവും ഗുണകരമായ ഭക്ഷണം. കൈഫർ റഹീലു ബിലാ സാദിൻ ഇലാ വത്നി ലാ യൻഫഉൽ മർഅ ഫീഹി ഗൈറു തഖ്വാഹു മല്ലം യകുൻ സാദുഹു തഖ്വാ ഫലൈസ ലഹു ഉദ്റുൻ യൗമൽ ഖിയാമത്തി ഇൻദ മൗലാഹു. തഖ്വയാണ് ഭക്ഷണം. യാത്ര പുറപ്പെടുന്നതായ സഹോദരൻ അങ്ങോട്ട് പറയാണ് ജബലക്കല്ലാഹു തഖ്വാ. പിന്നെ വഗഫറ ദംബക, നിന്റെ പാപങ്ങളൊക്കെ, കുറെ ആളുകളുടെ ദമ്പക്കും എന്ന് പറയാ, അല്ല ഒറ്റക്ക് അങ്ങനെ പറയുക, നിങ്ങളുടെ പാപങ്ങളൊക്കെ അള്ളാഹു പൊറുത്തുമാറാവട്ടെ. യാത്രയിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യൻ ആ വീട്ടുകാർക്കും കുടുംബാദികൾക്കും അയൽവാസികൾക്കും ഒക്കെ ദ്വാരക്കുകയാണ്. പിന്നെ വയസ്സറലക്കുമുൽ ഖൈറ, വയസ്സറലക്കൽ ഖൈറ, എല്ലാ നിലക്കുള്ള ഖൈറിന് എന്തിനു വേണ്ടി ശ്രമിച്ചാൽ അതൊക്കെ അള്ളാഹു നിനക്ക് എളുപ്പമാക്കി തരട്ടെ, വിജയിപ്പിച്ചു തരട്ടെ, ഒന്നുകൊണ്ടും കഷ്ടപ്പെടുകയില്ല എന്ന് പോകുന്നതായിരിക്കുന്ന ആളുകൾ വീട്ടുകാരോടും എല്ലാവരോടും എന്തൊരു റാഹത്തുള്ള യാത്ര. അപ്പൊ ആ വീട്ടിലുള്ളതാ വന്ന ആളുകളൊക്കെ അതുപോലെ ഇവനോട് ഇങ്ങോട്ടും പറയുന്നുകൊണ്ട് വിഷമിക്കണ്ട, നിന്റെ ദുന്യാവും നിന്റെ ദീനും നിന്റെ പ്രശ്നങ്ങളൊക്കെ റബ്ബിന്റെ ഞങ്ങൾ അമാനത്തായി ഏൽപ്പിച്ചു, ഒക്കെ അള്ളാഹു കൈകാര്യം ചെയ്യും, നീ അള്ളാഹ് പറഞ്ഞതുപോലൊക്കെ ജീവിച്ചോ, തഖ്വ നിനക്ക് അള്ളാഹു തന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു തരട്ടെ, അതുപോലെ നിന്റെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ, നിന്റെ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു പരിഹരിക്കട്ടെ എന്ന് എല്ലാവരും കൂടി ഇങ്ങനെ പറയുമ്പോ ഇങ്ങനത്തെ ഒരു യാത്ര ചെയ്തതായിട്ട് ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ എത്ര ആൾക്കാണ് ഓർമ്മയുള്ളത്? 99 ആളുകൾക്കും ഇത് ഓർമ്മയില്ല. ഏതെങ്കിലും ഒരാൾക്കിട്ട് ഓർമ്മയുണ്ടെങ്കിൽ അങ്ങനെ സംഭവം തന്നെ ഓർക്കാറുണ്ടോ? കരച്ചിലും പിരിച്ചിലും ബേജാറും എപ്പോഴും പിശാചുള്ള വല്ല പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് ഇളകലും കൂക്കലും മയ്യത്തെടുക്കുന്ന മാതിരിയുള്ളൊരു പോരലാണല്ലോ പോരുന്നതൊക്കെ. ഏത് ഹലാലായിരിക്കുന്ന യാത്രയിലും ഇത് സുന്നത്താണ് എന്നാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾ കാണാതെ പഠിക്കാൻ ശ്രമിച്ചോളൂ. ഇനി അത് കാണാതെ പഠിഞ്ഞില്ല എങ്കിൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ അതുപോലെ എന്തെങ്കിലും നല്ല വാക്കുകളൊക്കെ ഞാൻ പോവുകയാണ്. അള്ളാഹുവിനോട് നിങ്ങളൊക്കെ ദ്വാരക്കണം, നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പാക്കി തരട്ടെ, അള്ളാഹുവിനോട് പാപങ്ങൾ പൊറുക്കട്ടെ, നിങ്ങൾ ദുന്യാവും ആഖിറൊക്കെ അള്ളാഹ് അവന്റെ പൊരുത്തത്തിലാക്കട്ടെ, നിങ്ങൾ നല്ല നിലക്കൊക്കെ ജീവിച്ചോളിട്ടാ, കുരുത്തക്കളും കുഴപ്പങ്ങളും കച്ചറയും പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നല്ല പോലൊക്കെ ജീവിച്ചോളി എന്ന് പറയുമ്പോൾ അവരെങ്ങോട്ടും പറയാം നിന്റെ യാത്രകൾ അള്ളാഹു സുഖമാക്കട്ടെ, പോകുന്ന പ്രശ്നങ്ങളൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി സന്തോഷവും സമാധാനവും സംരക്ഷണമൊക്കെ തന്നിട്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് കാണാനുള്ള സൗഭാഗ്യം അള്ളാഹു തരട്ടെ എന്നുള്ളൊരു മലയാള വാക്കെങ്കിലും ഒന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചൂടെ? എന്തൊരു അയ്ബാബ് അതിലുള്ളത്? ഒരു മുസ്ലിമായിരിക്കുന്ന ഒരു മനുഷ്യന് നമുക്ക് പറയാനുള്ളത് ഇതൊക്കെ തന്നെയല്ലേ? ഒരു അയവും ആ വിഷയത്തിൽ വിചാരിക്കേണ്ടതില്ല. അപ്പൊ അതുകൊണ്ട് അത് ജീവിതത്തിൽ പ്രത്യേകമായി ഓർമ്മിക്കേണ്ട ഒരു കാര്യം ആകുന്നു. പിന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നേരത്തെ പറഞ്ഞതായിരിക്കുന്ന ദിക്റുകളും സലാത്തുകളും എല്ലാം കഴിഞ്ഞതിന്റെ ശേഷമായി വാഹനത്തിലേക്ക് കയറുന്നതായിരിക്കുന്ന മനുഷ്യൻ ആ വാഹനത്തിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് വലത് കാല് വെച്ച് അങ്ങോട്ട് കയറി ആ സീറ്റിലാണ് ഇരിക്കുമ്പോൾ അവൻ പറയണം അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് 3 പ്രാവശ്യം പറയുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ പഠിച്ചവരെ ഇവിടെത്തി. അൽഹംദുലില്ലാഹ് ഇതുവരെ യാതൊരു പ്രശ്നം കൂടാണ്, സന്തോഷത്തോടെ റാഹത്തായിട്ട് എനിക്ക് ആഫിയത്തോടുകൂടെ എല്ലാവിധ സമാധാനത്തോടും എനിക്ക് യാത്രയുടെ തുടക്കമാകുന്ന വാഹനത്തിൽ എന്നെ നീ എത്തിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു മഹാനാകുന്നു, അവനെക്കാണ് വലിയത് ഒന്നുമില്ല. എവിടേക്ക് ശ്രദ്ധിച്ചാലും അല്ലാഹു അക്ബർ ആണ്, അവന്റെ തൃപ്തിയാണ് ഏറ്റവും വലുത്, അവനെക്കാണ് വലുതൊന്നുമില്ല. അല്ലാഹു അക്ബർ കുല്ലി ഷൈ, എല്ലാ വസ്തുവിൽ നിന്നും ഏറ്റവും വലിപ്പമുള്ളവൻ, എല്ലാം കൊണ്ടും അവന്റെ സിഫാത്തുകളും അവന്റെ ദാത്തുകളും അവന്റെ അഖ്വാലുകളും അഫ്ആലുകളും എല്ലാം വലുതാകുന്നു എന്ന് സമ്മതിക്കുന്ന ഒരു തക്ബീറുകളുടെ വാക്കുകൾ അവൻ 3 പ്രാവശ്യം അതും പറയുക. അതിന്റെ ശേഷമായിട്ട് പറയാൻ പറ്റുമെങ്കിൽ അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവേ, ഞാൻ എന്റെ നഫ്സിനോട് ഒരുപാട് ദുർമര്യാദകൾ ചെയ്തു. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി, എന്റെ ശരീരത്തോട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു. പലരും പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഓ ആരാപ്പ തെറ്റും ചെയ്തു? അങ്ങോട്ട് വിടല്ലേ ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഒരു തെറ്റ് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റാർക്കും ചെയ്തിട്ടില്ല. പിന്നെ ബോധമില്ലാതെ തെറ്റിയത് ബോധമില്ലാത്ത തെറ്റെന്ന് പറയില്ലല്ലോ. പിരാന്തന്മാർ ഇതിനൊക്കെ തെറ്റെന്ന് പറയാൻ ഇറങ്ങിയത് ഏത് തെറ്റുകയില്ല. അപ്പൊ അതിന് ബോധത്തോടു കൂടെയാണോ ജീവിക്കുന്നത് എന്നാൽ പിന്നെ തെറ്റുണ്ടാകും. അതുകൊണ്ട് അത് ആരോടാപ്പൊ സമ്മതിക്കുന്നത്? ആളുകളോട് സമ്മതിക്കേണ്ടതൊക്കെ അവരോട് പറയുക. അതൊക്കെ സമ്മതിപ്പിച്ചിട്ടാണല്ലോ പിന്നെ യാത്രക്ക് വേണ്ടി അവൻ ഇങ്ങോട്ട് ഒരുങ്ങുന്നത്. അപ്പോ അവൻ എന്ത് പറയണം? അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി, അല്ലാഹുവേ, ഞാൻ എല്ലാ നിലക്കും എന്റെ ശരീരത്തോട് ഒരുപാട് ദുർമര്യാദകൾ ദുൽമ ചെയ്തവനാണ്. അതുകൊണ്ട് ഫഗ്ഫിർ ലീ, എനിക്ക് നീ പൊറുക്കണേ പടച്ചവനെ. നീ എനിക്ക് പൊറുത്തില്ല എങ്കിൽ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ പൊറുക്കാൻ ആരുമില്ല എന്നിങ്ങനെ പറയണം. ആ പറയുന്നതിന്റെ മുമ്പെയായിട്ട് ആ ദുൽമ ചെയ്തു എന്ന് പറയുന്ന ദുൽമിന്റെ കൂട്ടത്തിൽ ജനങ്ങളുമായുള്ള ദുൽമുണ്ടോ എന്നും ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, യുവദ്ദിഉ അസ്ദിഖാഹു, അവന്റെ ചങ്ങാതിമാരോട് പോയിട്ട് യാത്ര പറയണം. ഇതിൽ നിന്ന് മുഫസ്സിരീങ്ങളായിരിക്കുന്ന ആളുകൾ വ്യാഖ്യാനിക്കുകയാണ്, നബി തങ്ങളുടേതായിരിക്കുന്ന സ്വഭാവത്തിൽപ്പെട്ടതാണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രക്ക് ദൂര സ്ഥലത്തേക്ക് പോകുമ്പോഴും ഉംറക്ക് പോകുമ്പോഴും ഹജ്ജിന് പോകുമ്പോഴൊക്കെ സ്വഹാബികളിൽ നിന്ന് പോരാത്ത ആളുകളോട് അങ്ങോട്ട് ചെന്നുകൊണ്ട് യാത്ര പറഞ്ഞിരുന്നു. അതിൽ നിന്ന് മഹാന്മാരായിരിക്കുന്ന ആളുകൾ പഠിപ്പിക്കുന്നത് യാത്ര പോകുന്ന മുസാഫിർ എന്ത് ചെയ്യണം? യാത്ര പോയി പറയണം. വന്നാൽ അവർ വന്ന് കാണണം. വന്നതിന് ശേഷമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ എന്ന് നമ്മൾ പറയേണ്ടതില്ല. ഗൾഫിൽ നിന്നൊക്കെ വന്നാൽ ഞാനിവിടെ എത്തിയിട്ടുണ്ടെന്നൊക്കെ ഫോൺ ചെയ്യുന്ന പോലെ സാധനങ്ങളൊക്കെ കൊടുക്കാണ്ട് ചെയ്യാതെ അവരന്വേഷിക്കണം. നമ്മളെ അടുത്ത് വന്നിട്ട് നമ്മളെ എന്ത് ചെയ്യണം? തെഹ്നിയത്ത് ചെയ്യണം, സന്തോഷിപ്പിക്കണം. നമ്മെ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ ചെയ്യണം അവര്. അതേ സമയത്ത് പോകുമ്പോൾ എന്ത് ചെയ്യണം? അവരോട് പോയിട്ട് പറയുക, ഞാൻ ഇതിനെ പോവുകയാണ്. അതൊരു പ്രത്യേകമായ സുന്നത്താണ്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അവരുമായി വാക്കേറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പലരും ഉണ്ടാവാം, പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ താമസിക്കുന്ന സഹോദരന്മാര്, അയൽവാസികൾ, നാട്ടുകാര്, സ്നേഹിതന്മാരൊക്കെ എന്നുമായിട്ട് കൂട്ടായി താമസിക്കുന്ന റൂമുകളിലൊക്കെ ബാച്ചിലറായി താമസിക്കുന്ന ആളുകൾ പലതും സംഭവിക്കാം. ഏതോ നാട്ടുകാരായിരിക്കുന്ന ആളുകൾ, പല സ്വഭാവക്കാര്, പല പേഷനും പല വേഷവുമായി താമസിക്കുന്നതായിരിക്കുന്ന ആളുകൾ, എന്തെങ്കിലുമൊക്കെ സംസാരങ്ങൾ ഉണ്ടാവാം. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രിയാവല്ലേ ഈ ലോക്കൽ ആശുപത്രിയുടെ വാർഡ് പോലെ ഇങ്ങനെ അപ്പുറം ഒരു കട്ടിൽ ഇങ്ങനെ മലന്ന് എടുക്കുക. അപ്പൊ പലതും സംസാരിച്ചിട്ടുണ്ടാവാം, പലതും ചെയ്തിട്ടുണ്ടാവാം. അതിന്റെ സാധനം അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് എടുത്തു. ഇങ്ങനെ നിസ്സാരമായ കാര്യത്തിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ചിലപ്പോൾ അത് വലിയ വഴക്കായി മാറിയിട്ട് അപ്പോഴാണ് ഹജ്ജിന് പോകേണ്ട ഘട്ടം വന്നാലോ തീർച്ചയായിട്ടും അവൻ്റെ അരികിൽ പോകണം. പലരും ഇടപെട്ട് നോക്കി അങ്ങോട്ട് പോകുന്ന പ്രശ്നമില്ല, അവൻ ഇങ്ങോട്ട് കൊടുന്നാലോ അപ്പൊ പിന്നെക്കാളെ വലിയ പ്രശ്നമാണല്ലോ. അവൻ അങ്ങോട്ട് ചെല്ലേണ്ട പ്രശ്നമാണെങ്കിൽ അങ്ങോട്ട് പോയേ പറ്റുകയുള്ളൂ. അവന്റെ ഹജ്ജ് മബ്രൂറാവാൻ അങ്ങോട്ട് പോകണം. അപ്പൊ ഇവൻ പറയുന്നത് അങ്ങനെ മബ്രൂറാക്കേണ്ട ഒരു ഹജ്ജ് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇങ്ങോട്ട് വരാൻ പറ്റുമോ ഇൻഷാ അല്ലാഹ് നോക്കാം. അങ്ങോട്ട് പോയതാ അത് എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതുപോലൊരു അഭിമാനം പകുതി അവനും കൊടുക്കണ്ടേ? പകുതി അഭിമാനം എന്ത് ജാതിയാണെങ്കിലും ഒരു അഭിമാനം അവനും ഉണ്ടല്ലോ. അത് കൊടുക്കാൻ കഴിയാത്ത എത്ര മനസ്സുകളാണ്. ഞാൻ എത്ര കാലങ്ങളോളമായി അവനുമായി സംസാരിക്കാതെ ഇത്ര കാലം വരെ എത്തി. ഒരു മാസം ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ എല്ലാം അടിയറ വെച്ച് അവന്റെ അരികിൽ ചെന്ന് അവനെന്താ മനസ്സിലാക്കാ, ഇപ്പോഴെങ്കിലും വന്നല്ലോ എന്നാ അഭിമാനം പോയില്ലേ? മുസ്ലിമായ മനുഷ്യൻ ചിന്തിക്കേണ്ടത് എനിക്ക് അഭിമാനോടെ കൂടിയിരിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തൊരു പ്രവർത്തനം ചെയ്തത് കൊണ്ട് മൻ തവാലഅ റഫഅഹുല്ലാഹ് വമൻ തകബ്ബറ വലഅഹുല്ലാഹ്. അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും വിനയം കാണിച്ചാൽ, അവന്റെ ശരീരത്തെ താഴ്ത്തിയാൽ ആർക്ക് വേണ്ടി? ലില്ലാഹി, അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അള്ളാഹിന്റെ റസൂലിന്റെയും സാലിഹ്യങ്ങളുടെയും കൽപ്പനയ്ക്ക് വേണ്ടിയാണെങ്കിൽ റഫഅഹുല്ലാഹ്, അള്ളാഹുവിന്റെ പദവി അള്ളാഹിന്റേതായിരിക്കുന്ന മഖാമിൽ ഉയർത്തി വെച്ചിട്ടുണ്ട്. നേരെ മറിച്ച് വമൻ തകബ്ബറ, അഹങ്കരിച്ചു, ഞാൻ നമ്മുടെ ഇബ്ലീസ് മിസ്റ്റർ പറഞ്ഞതുപോലെ ഞാൻ അങ്ങോട്ട് പോവുകയോ അവനോട് പറയുകയോ യാത്ര ചോദിക്കുകയോ ഇത് പറ്റുകയില്ല. എന്നാൽ വലഅഹുല്ലാഹ്, അള്ളാഹുവിനെ താഴ്ത്തിയിരിക്കുകയാണ്. അള്ളാഹിന്റെ പരിശുദ്ധമായ ഹറമിലേക്ക് ഇഹ്റാം ചെയ്തു പോകുന്ന സമയത്ത് ആ പരിശുദ്ധമായ ഹറമിന്റെ ചുറ്റുഭാഗത്ത് സംഘടിച്ചു നിൽക്കുന്നതായിരിക്കുന്ന അവിടെയുള്ള പാറാവുകാരൻ, സെക്യൂരിറ്റിക്കാരാവുന്ന മലായിക്കത്തുകൾ ഇവനെ മുഴുവനും അവഗണിച്ച് തള്ളിവിടുന്നു. പക്ഷേ ഇവൻ അറിഞ്ഞില്ല. അതാണ് വലാഹു, അവനെ താഴ്ത്തിയിരിക്കുകയാണ്. അവന്റെ പദവികൾ കുറഞ്ഞു, അവന്റെ അമല് പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് പ്രത്യേകമായി ഈ വിഷയം ആരായിട്ടാണെങ്കിലല്ല, സ്വന്തമായ വീട്ടുകാരേറ്റും കുടുംബക്കാരേറ്റും സഹോദരിയെ കല്യാണം ചെയ്ത ഭർത്താവിനേറ്റും പല ആളുകളേറ്റും സംഭവിക്കുക. ഇതൊക്കെ സ്വാഭാവികമാണ്. അതിനൊക്കെ പരിധി വരുത്താൻ പറ്റിയതായിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ടെലിഫോൺ ചെയ്തുകൊണ്ട് കാര്യം അവസാനിച്ചു എന്നാൽ കുഴപ്പമില്ല. അതല്ലാതൊന്ന് പൂർണ്ണമാകാൻ അവിടെ പോകണോ, പോയിട്ട് അവനെ സന്തോഷിപ്പിക്കാൻ എന്ത് ഹലാലായ മാർഗങ്ങൾ അവന്റെ ഭാഗത്ത് ഒരു ഗ്ലാസ് ചായ കുടിക്കണോ, കുടിച്ചോ, അതിനൊക്കെ അനുവദനീയമാണ്. എന്തിനു വേണ്ടി? ഹലാലായ ഒരു മാർഗത്തിലൂടെ നിന്റെ പൂർണ്ണമായ കർമ്മം പൂർത്തിയാവട്ടെ, നീ ഒരു മുസ്ലിം ആവട്ടെ, അതിന് വേണ്ടിയാണ്. അപ്പോൾ അവനും ഒരു മാറ്റങ്ങൾ വരും. ഈ സമയത്ത് അവന്റെ അരികിൽ വന്നു ഒരു ചായ കുടിച്ചു, സന്തോഷം പറഞ്ഞു. അൽഹംദുലില്ലാഹ്, എന്തൊരു സന്തോഷമാണ്! പരിശുദ്ധമായ ദീനിന്റെ വിശാലത എന്തോ ഒരു സന്തോഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, രണ്ട് സഹോദരന്മാര് പരസ്പരമായിട്ട് വഴക്ക് കൂടി. എന്നിട്ട് അവര് ഫൗഖ സലാസത്തി അയ്യാമിൻ ലാ യംബഗി ലിംദിഇ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ ഒരു ആണ് പെണ്ണിനും ചേർന്നതല്ല. പിന്നെ ആ യഹൂജുറ അഖാഹു ഫൗഖ സലാസത്തി അയ്യാമിൻ, 3 ദിവസത്തിലേക്കാണ് കൂടുതലായി പരസ്പരം മിണ്ടാതെ നിൽക്കാൻ പറ്റുകയില്ല. അങ്ങനെ നിന്നിട്ട് 3 ദിവസം കഴിഞ്ഞതിന് ശേഷമായി ഇദ്ദേഹം പുറപ്പെട്ടതായ വടയിൽ ഇവന്റെ എതിർകക്ഷിയാവുന്ന ആളിങ്ങോട്ട് വരുമ്പോൾ ഇയാൾ റോഡ് മുറിഞ്ഞ് മറ്റോടെ ആ ഭാഗത്തേക്ക് കടന്നു. അയാൾ അവിടുന്ന് ഇങ്ങോട്ടും കടന്നുപോയി. രണ്ടുപേരും കണ്ടില്ല എന്ന് വെച്ച് നടിച്ചു തിരിഞ്ഞു പോയാൽ അവർ ഏറ്റവും ശർറായ മനുഷ്യരാണ്, പൂർണ്ണമായ മുസൽമാനല്ല. ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നേരെ മറിച്ചുകൊണ്ട് ഒരു സഹോദരൻ അങ്ങോട്ട് മറിഞ്ഞു കിടക്കുമ്പോൾ ഇവൻ അവിടെ തന്നെ കാത്തു നിന്നു. ഇങ്ങോട്ട് കടക്കാതെ ഇവന് കടന്നു വരട്ടെ എന്ന് മനസ്സിലാക്കി കണ്ടപ്പോൾ ഓടിച്ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ആരാണ് ഖൈറുഹുമാ മൻ യബ്ദഉ ബിസ്സലാം,
ആദ്യമായി സലാം പറഞ്ഞ് കൈ കൊടുത്തവനാണ് ഏറ്റവും ഖൈറായ മനുഷ്യൻ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഏത് മനസ്സിനാണ് സാധിക്കാൻ സ്വന്തമായി ചിന്തിച്ചു നോക്കാം. കട്ട പിടിച്ചതായ കട്ടി പിടിച്ച കാർമേങ്ങളെ കൊണ്ട് കല്ലാം എന്ന് പറയുന്ന ദോഷങ്ങളാവുന്ന അഴുക്കുകളെ കൊണ്ട് കാർമേങ്ങളെ കൊണ്ട് മൂടിക്കിടക്കുന്ന മനസ്സുകൾക്ക് പെട്ടെന്ന് അലിവ് കിട്ടുകയില്ല. അവർ പറയാ അങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞ് എന്റെ മനസ്സിന് പോലും മരിച്ചാലും പോവില്ല. അത് മരിച്ചാലും അത് അവിടെ തന്നെ ഉണ്ടാവുന്നു. മുമ്പര് തീരുമാനിച്ച് മരിച്ചതിന് ശേഷം അത് അവിടെ തന്നെ ഉണ്ടാവട്ടെ. അത് അത്ര വലിയ ഗൗരവമുള്ളൊരു വാക്കാ പറഞ്ഞിട്ടുള്ളത്. ഏതും വിട്ടുകളയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എന്തെല്ലാം അത്ഭുതകരമായ സംഭവങ്ങൾ. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഒരേ ഒരു കലിമത്ത് അങ്ങോട്ട് പറഞ്ഞപ്പോഴേക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നങ്ങോട്ട് പറഞ്ഞപ്പോഴേക്കും വകുന്തും ഇഖ്വാനാ വദ്കുറൂ നിഅമത്തല്ലാഹ് ഇദ് കുന്തും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാനാ. നിങ്ങൾ പരസ്പരമായി ശണ്ട കൂടി വഴക്ക് പിടിച്ചുകൊണ്ട് നിങ്ങൾ നരകത്തിൽ ചാടി കത്തിക്കരിയാൻ അടുത്തപ്പോഴാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതങ്ങോട്ട് പറഞ്ഞപ്പോഴേക്കും നിങ്ങളതാ ഏതു സമയത്തും ഊരിപ്പിടിച്ചതായ വാളുകൊണ്ട് തന്റെ സഹോദരനെ വെട്ടിമുറിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഹബീബാ നബി തങ്ങൾ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോളി എന്ന് പറഞ്ഞപ്പോൾ ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാനാ അല്ലാഹു ചെയ്തെന്ന നിഅമത്ത് കൊണ്ട് നിങ്ങൾ പരസ്പരമായി സഹോദരന്മാരായി. എന്തൊരു സന്തോഷമാണ്. ഇത് മുസൽമാൻ ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞു യുവദ്ദിഊഹു അവർ ഇവനോട് പോയി യാത്ര പറയണമോ യുവദ്യാലുഹും അവരോട് ഇവനും അങ്ങോട്ട് പോയി പറഞ്ഞിട്ട് ആ വിശാലമായ മനസ്സോടുകൂടെ എല്ലാവരോടും ദ്വാരക്കാൻ പറഞ്ഞു ഒരൊറ്റ ഇറക്കം. ആ ഇറങ്ങുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യണം? അവരോട് ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്യണം. ഇതൊക്കെ പറഞ്ഞതിന് ശേഷമായിട്ട് ഒരു പുറമെ സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണം. ദ്വാരക്കും ഉറപ്പ് തന്നെയാണ്, അവന്റെ ബാധ്യതയും കടപ്പാടുമാണ്. എന്നാലും അതെന്ത് ചെയ്യാവുന്ന സന്തോഷം കൈമാറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധമായിരിക്കുന്ന ഉംറ ചെയ്യാൻ വേണ്ടി മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പോകുന്ന സമയത്ത് യാ റസൂലുള്ളാഹി ദല്ലനാ ഫിൽ ഉംറ നബിയെ ഒരു ഉംറ നിർവഹിക്കാൻ പോകുന്നതിൽ തങ്ങൾ എനിക്ക് പൂർണ്ണമായി പൊരുത്തം തരണം, സമ്മതം തരണം. നബി തങ്ങൾ പറയാണ് യാ ഉഹയ്യ അശ്രിക്നാ ഫി ദുആഇക വലാ തൻസനാ. എന്റെ പൊന്നു സഹോദരനാകുന്ന ഉമറേ, നിങ്ങളുടെ പ്രധാനമായ പ്രാർത്ഥനകൾ നിങ്ങൾ നമ്മളെ മറന്നു പോകരുത്. നിങ്ങൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആരാണ് പറയുന്നത്? ലോകത്തിന്റെ നേതാവ് ആരുടെ ഒരു അണുമണി തൂക്കമുള്ള നന്മക്ക് റസൂലുള്ളാഹിക്ക് ആവശ്യമില്ല. പരിപൂർണമായ കമാലിയത്ത് കൊണ്ട് വടക്കപ്പെട്ട ഹബീബായ നബി തങ്ങൾ മഹാന്മാരായ സഹാബത്തിന്റെ മധ്യ വെച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹുവിനോട് പറയുന്നു, ഉമർ എന്നവരെ നിങ്ങൾ നമ്മളെ മറക്കരുത് കേട്ടോ. അശ്രിക്നാ ഫീ ദുആഇക. റസൂലുള്ളാഹി ദുആ ആവശ്യപ്പെടുകയാണ്. വളരെ വിനയത്തിന്റെ ഭാഷയിൽ മറക്കരുത്. നമ്മൾ പറയില്ലേ അമ്മ മറക്കരുത്, ഒരു വിനയാണല്ലോ. ആ ബഹുമാനത്തോടുകൂടെ പറയുമ്പോൾ എത്രയാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തതിൻ്റെതായ കടപ്പാടുകളും എന്തൊരു ബന്ധമാണ് മുസ്ലിമീങ്ങളും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം സ്ഥിരപ്പെടുത്തലും കൂടിയാണല്ലോ ഹജ്ജ് യാത്ര. ജമാഅത്തായിട്ടുള്ള നിസ്കാരം മുസ്ലിമീങ്ങളുള്ള ബന്ധമാണ്. ജുമാ എന്നുള്ളത് പരിസര ദൂരത്ത് പള്ളിന്റെ ദൂരമുള്ള ആളുകൾ കൂടാനുള്ളതായിരിക്കുന്ന ഒരു സ്നേഹബന്ധത്തിന് വേണ്ടിയാണ്. അഞ്ചോകത്തുള്ളതായിരിക്കുന്ന ആ കൂടുന്ന ആളുകളുടെ പുറമെ ജുമാക്ക് വന്ന് കൂടട്ടെ. അത് കഴിഞ്ഞാൽ വർഷത്തിൽ ഒരു പ്രാവശ്യം നിശ്ചയിച്ച ഹജ്ജിന് എല്ലാ ലോകത്തിന്റെ പ്രതിനിധികൾ മുഴുവനുമാണല്ലോ വരുന്നത്. അവരെല്ലാവരും കൂടി ബന്ധപ്പെടുന്നതായിരിക്കുന്ന സമയത്തുണ്ടാകുന്ന സ്നേഹബന്ധങ്ങളാണ് ഏറ്റവും ചുരുങ്ങിയത് ദുആയുടെ ബന്ധങ്ങളാണ്. ഈ നിങ്ങൾ എവിടെ നോക്കിയാലും കാണാം ഒരുപാട് ആളുകളുടെ ദുആകൾ. ആ ദുആന്റെ അവസാനം പറയുന്നത് പടച്ചവനെ ലോക മുസ്ലിമീങ്ങൾക്ക് രക്ഷ കൊടുക്കണം, സമാധാനം കൊടുക്കണം അല്ലാഹുവേ എന്ന് പറയാത്ത എന്തൊരു ദുആയാണുള്ളത്. അതുകൊണ്ട് ഈ പരിശുദ്ധമായിരിക്കുന്ന യാത്രയുടെ വേളയിൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത് ആരെങ്കിലുമായി വല്ല വിഷയത്തിൽ കടപ്പാടുകളുണ്ടെങ്കിൽ കൊള്ളക്കൊടുക്കുകൾ കൂട്ടണം. നമ്മൾ നേരത്തെ പറഞ്ഞു. മാനസികമായിട്ട് നമ്മൾ പറയാൻ ഞാൻ അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ തെറ്റിയത്? ഒരു തെറ്റും ചെയ്യാതെ. അതിന്റെ അർത്ഥം ഞാൻ ഒരു തെറ്റല്ല പല തെറ്റും ചെയ്തിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ആരും അവരുടെ നെഫ്സിനെ പരിശുദ്ധമാക്കരുത്. വലാ തുസക്കൂ അൻഫുസക്കും. നിങ്ങൾ നെഫ്സിനെ പരിശുദ്ധമാക്കരുത്, അള്ളാഹു പരിശുദ്ധമാക്കി തരണം. തെറ്റ് ചെയ്തിട്ടുണ്ട് തന്നെ പറയണം. കാരണം നമ്മുടെ ശരീരം അങ്ങനെയാണ്. അമ്മാറത്തു നഫ്സ് ഇന്ന നഫ്സല അമ്മാറത്തു ബിസൂ. ഏത് സമയത്തും തെറ്റിലേക്ക് പ്രേരിപ്പിക്കാവുന്ന ശരീര സ്വഭാവമുണ്ട് എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം പറയുമ്പോൾ നമ്മൾ ശുദ്ധമാകുക. എത്ര ആളുകൾ പറയും നമ്മൾ കേൾക്കാം, ഞാനൊരു തെറ്റും പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല, ഞാൻ എന്ന് പറയുന്ന ആ വാക്ക് ചില സമയത്ത് അഹങ്കാരത്തെ കുറിക്കുന്ന പദമാണ്. നാം ചില സമയങ്ങളിലൊക്കെ അത് അഹങ്കാരത്തെ കുറിച്ച് പോകും. വീട്ടിലും നാട്ടിലൊക്കെ ജനങ്ങളൊക്കെ കൂടെ ഞാൻ എന്ന് പറയുന്ന വളരെ ശ്രദ്ധിക്കണം. ആ വാക്ക് അഹങ്കാരത്തെ കുറിക്കുന്ന വാക്ക്, അതുകൊണ്ട് അങ്ങനെ പറയരുത്. പിന്നെ ചില ആളുകൾ ലോകമാന്യക്ക് പറയും, മാന്യത്തിന് വേണ്ടി പറയും നമ്മൾ ഇങ്ങനെ ഒരു പൂവാണ്, അതുകൊണ്ട് ഞാൻ ആരോടെങ്കിലും ഒക്കെ അതിൽ പറയേ അല്ലെ കാട്ട് അതിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്ത വിട്ടാളിയ എന്തർത്ഥമുള്ള വാർത്താണ്. അപ്പൊ അത് വേണ്ടത് തന്നെ അവന്റെ പൂർണ്ണമായിരിക്കുന്ന ആ വിനയമരുടെ മുമ്പിൽ വെക്കാൻ വേണ്ടി ഞാനൊരു മോശപ്പെട്ട പാവപ്പെട്ട മനുഷ്യനാണ്,
എന്റെ വക്കിൽ ഒരുപാട് അപാകത സംഭവിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും അത് അനുഭവമുള്ള ആളുകളുണ്ടെങ്കിൽ അള്ളാഹിനെ വിചാരിച്ച് സാധുവായി എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെടണം, എനിക്ക് നിങ്ങൾ പൊറുക്കണം. ഞാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ മുഖദ്ദസത്തായിരിക്കുന്ന അമ്പിയാക്കൾ ഔലിയാക്കളുടെ പാദങ്ങളെ കൊണ്ട് പുണ്യമേറ്റ ഭൂമിയിലെത്തിയാൽ നിങ്ങളാരെയും ഇൻഷാ അല്ലാഹ് ഞാൻ മറക്കുകയില്ല. അതിനുള്ള ആഫിയത്തിനും തൗഫീഖിനും വേണ്ടി നിങ്ങൾ ദ്വാരക്കണമെന്ന് വളരെ ബഹുമാന സൂചകമായി പറയുമ്പോൾ എല്ലാവർക്കും ഒരു സഹതാപനോട് പാവം നല്ലൊരു മനുഷ്യനാണ്. അതേ സമയത്ത് ആരെങ്കിലും ഇതിലൊക്കെ ചെയ്യുന്നതൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട ആളി പൊരുത്തപ്പെട്ട ആളി എനിക്ക് എൻ്റെ ഒന്നും ആവശ്യമാണ്. എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയില്ല, ഞാൻ അങ്ങനെ ഉള്ള ഒരാളൊന്നുമല്ല, ഞാൻ വലിയ മഹാനാ. അത് കേൾക്കുമ്പോൾ തന്നെ പാഹൻ പോകുന്ന നേരത്ത് കണ്ട അവൻ്റെ സ്വഭാവം ഒരുത്തം കേട്ട. ചില ആൾക്ക് നല്ലത് പറഞ്ഞാലും ആളുകൾ ഇന്ന് നെഞ്ഞത്ത് കിടക്കുന്ന കാലാ. എത്ര ആളുകൾ വല്ല ആവശ്യങ്ങൾക്കൊക്കെ വല്ല അടിയന്തരത്തിനൊക്കെ പോയിട്ട് ചോറൊക്കെ തിന്ന് വയറ് പറഞ്ഞു വരുമ്പോൾ വീട്ടുകാരെ കുറ്റം പറഞ്ഞു പോകുന്ന ആൾക്കാർ ബിരിയാണി ഇറച്ചൊക്കെ അന്തസ്സായിട്ട് തിന്ന് പോട്ടെ, ബിരിയാണി എണ്ണ കുറച്ച് കൂടുതലാട്ടാ, ഇത്ര പൈസ ഒക്കെ ചെലവാക്കിയിട്ട് ആൾക്ക് തിന്നുമ്പോ ഉണ്ടാക്കാന്നില്ല. അപ്പൊ മറ്റുള്ള പറയാ ആളുടെ പേരെടുക്കാനേ അയാളുടെ ചോറ് തിന്നിട്ട് വയറ് പിള്ളാക്കി പോരുമ്പോ വേറെ ചില ആളുകൾ പറയാ പൂവൻ വാഴക്കല്ല വലിയൊരു വാഴക്ക വായിൽ കൊള്ളണില്ല, 2-3 കഷ്ണമൊക്കെ ആക്കി ചെറുതായിട്ട് വിടണം. അപ്പൊ അയാളുടെ കണ്ട ഈ കണ്ട പൈസ ഒക്കെ ചെലവാക്കിയിട്ട് ആൾക്ക് വായി കൊള്ളാൻ പറ്റുന്ന ഒരു പഴം വാങ്ങാൻ നിലനിൽക്കുക. അപ്പൊ ആൾക്കാരുടെ പേര് കിട്ടാനേ ഈ ജാതി കൗമാണ് നമ്മളൊക്കെ. നല്ലൊരു കൂടുതലുണ്ടാവാ. എന്നെ പോലുള്ള ആളുകളുടെ സ്വഭാവങ്ങൾ ഇതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അനുഗ്രഹം യാത്രക്ക് ലഭിച്ച ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നാട്ടിലുള്ള ആളുകളും പോരാത്തവരൊക്കെ എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയാണല്ലത്. ഈ വിഷയം നമ്മൾ പഠിപ്പുള്ളവരാണ് തന്നെ ഉൾക്കൊള്ളാനൊരു വേദി നമ്മൾക്ക് കിട്ടിയില്ല. മറ്റൊരാൾ പറയുമ്പോഴാണ്, മറ്റൊരാളിന് കേൾക്കുമ്പോൾ നമുക്ക് അതുകൊണ്ട് ഒരു പ്രത്യേകമായ പരിവർത്തനങ്ങളും മാറ്റങ്ങളൊക്കെ സംഭവിക്കാം. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഉണർത്തുന്നത്. അങ്ങനെ ആ വാഹനത്തിൽ കയറുമ്പോൾ എന്താ എത്ര പ്രാവശ്യം അൽഹംദുലില്ലാ പറയണം? 3 പ്രാവശ്യം അൽഹംദുലില്ലാ. എത്ര പ്രാവശ്യം അല്ലാഹു അക്ബർ പറയണം? അത് കഴിഞ്ഞതിന്റെ ശേഷമായി പിന്നീട് അവൻ പറയേണ്ടത് അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലീ ദംബി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അന്ത. എല്ലാ പാപങ്ങളും പൊറുക്കണം. ഞാൻ ഒരുപാട് ദുർമര്യാദകളും തെറ്റുകളും ദുൽമുകളൊക്കെ ചെയ്തു പോയി, എന്റെ ശരീരത്തിനോട് ചെയ്ത് ഞാനുമായി കടപ്പാടുള്ള ആളുകളൊക്കെ ചെയ്തവനാണ്. പടച്ചവനെ ഈ അല്ലാതെ എനിക്ക് പൊറുക്കാനില്ല, എല്ലാം മാപ്പാക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യണം? പറയണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ വതുബിയന്നാ ബുഅദഹു എന്ന് പറയാൻ അറിയെങ്കിൽ പറയാ. അതല്ലെങ്കിൽ അവൻ പറയണം സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ബിസ്മില്ലാഹി മജ്റാഹാ വ മുർസാഹാ ഇന്ന റബ്ബി ലഗഫൂറുർ റഹീം എന്ന് പ്രത്യേകമായി പറയുന്ന സുന്നത്തുണ്ട്. ബിസ്മില്ലാഹി മജ്റാഹാ മുർസാഹാ. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പലാണ് ആദ്യമായി കടലിൽ ഇറങ്ങിയത്. ആ കപ്പൽ ഇന്നത്തെ പോലെയുള്ള ആധുനിക സജ്ജീകരണ ഉപകരണങ്ങളൊന്നുമില്ല. അതൊരു കുന്നിന്റെ ഉള്ളിൽ കപ്പൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടു. അപ്പൊ എല്ലാവരും പറഞ്ഞു ഇയാള് ലോകവിരാന്തനാണ്, കുന്നിന്റെ ഉള്ളിൽ കപ്പൽ ഉണ്ടാക്കുക. കപ്പൽ നമ്മുടെ വെള്ളത്തിൽ കൂടെ ഓടേണ്ടതായിരിക്കുന്ന വാഹനല്ലേ. എന്ത് പിരാന്തനായ ആള്, ആദ്യം തന്നെ പിരാന്താണ് ഇയാൾക്ക്, അതോടുകൂടെ ഇയാള് മൂഞ്ചി പിരാന്താണ്. പക്ഷെ ഇന്നത്തെ പോലെയുള്ള കുതിരവട്ടങ്ങളോ അതുപോലെയുള്ള ആശുപത്രികളും മെന്റൽ ഹോസ്പിറ്റലുകളോ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അവരിങ്ങനെ കുടിയിരിക്കുമ്പോ ഇയാൾ കുന്നിന്റെ ഉള്ളിൽ ഒരു കപ്പൽ പണി ഇങ്ങനെ എടുക്കുക. അങ്ങനത്തൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമായി റബ്ബ് സുബ്ഹാനഹു വ തആല വലിയതായ ഒരു ജലപ്രളയം അങ്ങോട്ട് ഉണ്ടാക്കി തീർത്തു. അതാ ഭൂമിന്റെ അടിവാരത്തിൽ നിന്ന് ഉറവ് വന്നു, മേൽഭാഗത്തിൽ മഴകളും 7 ദിവസത്തോളം അടുപ്പിച്ചിരുന്നതായ മഴകൾ വന്ന് നോക്കുമ്പോഴാണ് ആകമാനം ജലപ്രളയമായി, ശക്തിയായ ജലസമുദ്രമായി. അപ്പോഴാണ് അത്ഭുതപ്പെടുന്നത്. വിശാലമായ സംഭവമാണല്ലോ, അത് എങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ ആ കപ്പൽ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി പറഞ്ഞു. ആ കപ്പലിൽ കയറാൻ ഉദ്ദേശിക്കുന്ന മുസ്ലിമീങ്ങളൊക്കെ അങ്ങോട്ട് കയറട്ടെ. അങ്ങ് കുറച്ച് ആളുകളൊക്കെ കയറി. വേണ്ടപ്പെട്ട പലരും കയറിയില്ല. സ്വന്തമായ മക്കളിൽ നിന്നും ചിലർ കയറിയില്ല, ഭാര്യമാരിൽ ചിലർ കയറിയില്ല. അവർക്ക് അന്ധവിശ്വാസം കൂടിപ്പോയി. അവരെല്ലാവരും മാറി നിന്നു, ന്യായീകരണങ്ങൾ കൊണ്ടുവന്നു. അവരെല്ലാം നിരീശ്വരവാദമൊക്കെ കൊണ്ടുവന്നെങ്കിലും അവർ തോറ്റുപോയി, പരാജയപ്പെട്ടു പോയി. അപ്പോ അള്ളാഹുവിനോട് ചോദിക്കുന്നു, പടച്ചവനെ ആ കപ്പലെടുക്കാൻ വേണ്ടിയുള്ള മെഷീനുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ തമ്പുരാനെ. അള്ളാഹു പറയുന്നു ബിസ്മില്ലാഹി മജ്റാഹാ. അള്ളാഹുവിന്റെ നാമത്തോടു കൂടിയാണ് കപ്പലിന്റെ സഞ്ചാരം. മുർസാഹാ, കപ്പലിൻ്റെതായിരിക്കുന്ന നിർത്തലും അതുകൊണ്ടാണ് സ്റ്റോപ്പാക്കലും അള്ളാഹിന്റെ പേരാണ് പറഞ്ഞാൽ അതങ്ങോട്ട് ഇളകി അതങ്ങോട്ട് നടന്നു. നിങ്ങൾക്ക് എപ്പോഴാ കപ്പൽ നിർത്തേണ്ടത്? അതിന്റെ ഇരുമ്പിടല്. മുർസാഹ അറിഞ്ഞ കപ്പലിൽ വലിയ ഇരുമ്പുണ്ടാവുമല്ലോ അടിയിൽ. ആ ഇരുമ്പ് അങ്ങോട്ട് ഇട്ടാ പിന്നെ വലിയ സമുദ്രത്തിന്റെ ഇടയിലൊക്കെ വലിയ വലിയ കപ്പലൊക്കെ വന്ന് നിൽക്കുന്നത്. നിങ്ങളോട് ഇപ്പൊ ഇതൊക്കെ പറഞ്ഞ് ഞാൻ പൊട്ടത്തരം പറയാറിഞ്ഞു. വലിയ ഇരുമ്പ് ഇട്ടാ കപ്പൽ എവിടേക്ക് പോകാനാ? വലിയ തിരമാലകൾ വന്നിങ്ങനെ അടിക്കുമ്പോൾ ഇതിങ്ങനെ നിൽക്കണ്ടാവും. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു അറിയാത്തതായിരിക്കുന്ന ആളുകൾ എന്താ ഇപ്പൊ ഈ സൂത്രം എന്ന്. അതാ മുർസാഹ എന്ന് പറഞ്ഞ വലിയ ഇരുമ്പ് അതിനെ പിടിച്ചിട്ട് ആ കപ്പലിനെ വെള്ളത്തിന് വലിച്ചു കൊണ്ടുവരാൻ കഴിയാത്തതായ അതിനേക്കാണ് മറികടക്കുന്ന ശക്തിയായ ഇരുമ്പുകൾ കെട്ടിത്തൂക്കിയിട്ടുണ്ടാവാം. എന്നാൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പലിന്റെ ഇരുമ്പോ അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാല് അതായിരുന്നു. അത് കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകൾ പ്രത്യേകമായ സുന്നത്തുള്ളൊരു കാര്യമാകുന്നു. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ.
അള്ളാഹുവെ, ഞങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വാഹനത്തിനെ നീയാണ് വഴിപ്പെടുത്തിയത്, അതുകൊണ്ട് എല്ലാ നിലക്കുള്ള പരിശുദ്ധിയും നിനക്ക് മാത്രമാകുന്നു, നീ എല്ലാം കൊണ്ടും പരിശുദ്ധവാനാണ്. ഈ കപ്പൽ, ഈ വാഹനം, ഞാൻ ഓടുന്നതായിരിക്കുന്ന ഈ ബസ്, അതല്ലെങ്കിൽ ഈ മറ്റുള്ളതായിരിക്കുന്ന കാറ്, അല്ലെങ്കിൽ ഈ പ്ലെയിന്, അതല്ലെങ്കിൽ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടകം എന്ന് പറയുന്ന സാധനമായിരുന്നല്ലോ അന്നത്തെ വാഹനങ്ങള്. നബി സല്ലല്ലാഹു അലൈഹി വിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ പത്രത്തിൽ അമ്മ വിറ്റ് ചെയ്യുന്നതല്ല, അതിന്റെ മുതലാളി വെക്കുന്നതുമല്ല. അതിൻ്റെതായ ശരീരത്തിൽ അങ്ങനെ എന്ത് ചെയ്യുന്നത് പ്രത്യേകമായ ഒരു സഞ്ചിയുണ്ട്. വെള്ളത്തിൽ എന്ത് അല്പാൽപ്പം വെള്ളം കുടിച്ച് ഒരു പ്രശ്നവുമില്ല. ഏത് മുള്ളുള്ള സ്ഥലത്ത് നടക്കാം, ഏത് മണൽപ്പരപ്പുള്ളതായ സ്ഥലത്ത് അതിന്റെ കാലുകൾ പൂഴ്ന്നു പോവാത്ത നിലക്ക് വളരെ വേഗത്തിൽ നടക്കാവുന്ന ഒരു സാധനമാണ് കയത്, ഒട്ടകം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ പറഞ്ഞത് അലം തറ കൈഫ, ഒട്ടകത്തിനെ കുറിച്ച് എന്താ അവസ്ഥ പറഞ്ഞു? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്. അല്ലാഹു ചോദിക്കുന്ന അഫലാ യൻദുറൂന, എന്താണ് ജനങ്ങൾ ശ്രദ്ധിക്കാത്തത്? ഇലൽ ഇബ്ലി, ഒട്ടകത്തിനെ കൊണ്ട് എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്ന? കൈഫ ഖുലിഖത്ത്, എങ്ങനെയാണ് ഇതിനെ പടക്കപ്പെട്ടത്? എന്തൊരു അത്ഭുതകരമായ ജീവിയാണ്. അതിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏത് മണലിൽ ഓടാലോ. സാധാരണ നമ്മളൊന്നും മണലിൽ കൂടെ ഓടി വെക്കാൻ കാല് പോകുന്നതിന് ഓടാൻ കഴിയില്ല. പെട്ടെന്ന് എന്ത് ചെയ്യുന്ന കാല് കൊഴിഞ്ഞു പോകും. ബാക്കിയുള്ള ജീവികളെ തന്നെ. പക്ഷേ ഒട്ടകത്തിന്റെ കാല് തന്നെ ഒരു പ്രത്യേകമായ പ്രകൃതി. എത്രയോ ദിവസങ്ങളോളം വെള്ളം സൂക്ഷിക്കാനുള്ളതായ സൗകര്യമുള്ളതായിരിക്കുന്ന ഈ ജീവിക്ക് എന്ത് പറയും? സഫീനത്തുൽ ബർ, കരക്കപ്പൽ. എത്ര സാധനങ്ങളും അതിന്റെ വാളിൽ കയറ്റിയ ഒരു പ്രശ്നമില്ല. ഇവിടൊക്കെ ഗൾഫ് നാട്ടിലൊക്കെ മാരകമായ ജീവിയാന്ന് തന്നെ പറയാം. പെട്ടെന്ന് ഓടുന്ന വാഹനത്തിന്റെ മുമ്പിലേക്ക് വന്നാല് അതിന് ചിലപ്പോ ഒന്നും പറ്റിയെന്ന് വരില്ല. ചിലപ്പോ അത് മറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാ, അവിചാരികമായൊന്നും കേട് സംഭവിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ വണ്ടിയൊക്കെ കേടുന്നു. അത്ര വലിയ ഒട്ടകത്തിന് നല്ല എല്ലുകള്. ഒട്ടകത്തിന്റെ എല്ല് കൊണ്ടായിരുന്നു ശംഊനുൽ ഗാസി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരാള് പിന്നെ ബനീ ഇസ്രായേലില് യുദ്ധം ചെയ്തത്. എത്രത്തോളം? 80 ചില്ലാനും വർഷങ്ങളോളം ശത്രുക്കളുമായി പോരാടിയത് ഒരു ഒട്ടകത്തിന്റെ താടിയെല്ല് കൊണ്ടായിരുന്നു. ലൈലത്തുൽ ഖദറിന്റെ ദിവസം 1000 മാസത്തേക്കാണ് ഹൈറാണ്. ആ 1000 മാസം യുദ്ധം ചെയ്തതായിരിക്കും ആളുടെ പേര് ശംഊനുൽ ഗാസി എന്ന് പറയുന്ന മഹാനാണ്. അദ്ദേഹത്തിന്റെ ഉപകരണമാകുന്ന ആയുധം ഒരു ഒട്ടകത്തിന്റെ എല്ലായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പൊ ഏതായിരുന്നാലും അങ്ങനത്തെ ജീവികളുടെ മേലൊക്കെ കയറുമ്പോൾ നമ്മൾ പറയുന്നത് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഒന്ന് ഓതിക്കണേ നിങ്ങൾ എല്ലി. എല്ലാവർക്കും അറിയാം, ഉണ്ടായിരിക്കണ കാര്യമില്ല. അൽഹംദുലില്ലാ, ജസാക്കുമുല്ലാഹു ഖൈർ. നല്ല മനുഷ്യന്മാരാ. ഇത് എപ്പോഴും വാഹനം ഓടിക്കുന്ന ആളും പറയണം, വാഹനത്തിൽ ഇരിക്കുന്ന ആളും പറയണം. വാഹനത്തിലിരിക്കുന്ന ആളുകൾക്കും ആ വാഹനവുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കുള്ള ഒരു പ്രത്യേകമായ ദിക്റാണ്. ഒരു മെൻസസ് ഉള്ളതായ ഒരു പെണ്ണ്, പ്രസവിച്ചു കിടക്കുന്ന പെണ്ണ്, അതല്ലെങ്കിൽ എന്ത് ചെയ്താണ് ജനാപത്ത് കുളിക്കാത്തൊരു മനുഷ്യൻ, എല്ലാവർക്കും ഈ പരിശുദ്ധമായ ദിക്റ് സമാധാനത്തിന്റെ ദിക്റാണ്, സംരക്ഷണത്തിന്റെ ദിക്റാണ്. അത് ഓതുവാനുള്ളത് പ്രത്യേകമായ സുന്നത്താണ്, നബിതങ്ങൾ പഠിപ്പിച്ചതാണ്. വാഹനം എന്നുള്ള ഡേഞ്ചറാണല്ലോ. ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ ഓടുന്ന വാഹനത്തിൽ ഈ ഡ്രൈവർ പേരിന് ഇങ്ങനെ എല്ലാ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളല്ലേ. പക്ഷെ ഒന്ന് പെട്ടെന്ന് കണ്ണു വെട്ടിപ്പിച്ചു പോയാൽ പോയില്ലേ സംഗതി, എല്ലാം പോയി. എന്തോ ഒരു മാരകമായ അപകടങ്ങളാണ് സംഭവിക്കുന്നത്. എത്രയോ എന്നും ഇന്നലെയുമായി മിനിഞ്ഞാതി എന്നും പത്രത്തിൽ കാണുന്ന ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകളുടെ അപകടകരമായിരിക്കുന്ന മരണങ്ങള് മുഴുവനും അധികവും സംഭവിക്കുന്നത് ഈ വാഹനത്തിലുള്ളതായിരിക്കുന്ന അപാകതകളാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇപ്പൊ അടുത്തടുത്തായിട്ട് കുറെ മുസ്ലിമീങ്ങളൊക്കെ മരിച്ചു വാഹനത്തിന്റെ അപകടത്തില്. നമ്മൾ ഇന്നാള് വായിച്ചില്ലേ പത്രത്തില് കഴിഞ്ഞു വരുന്ന വിഴിഞ്ഞം സ്വദേശികളായ 4 സഹോദരന്മാര് മരിച്ചു. അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അതുപോലെ മരിച്ച ആളുകളുടെ ഖബറുകളൊക്കെ അള്ളാഹു സ്വർഗമാക്കട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ ആ മഹാന്മാരായിരിക്കുന്ന ആളുകളോട് ഒരുമിച്ച് സന്തോഷിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു തരുമാറാവട്ടെ. എല്ലാ അപകട മേഖലകളിൽ നിന്നും റബ്ബ് പൂർണ്ണമായി നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇതൊരു ദിക്റായി നിങ്ങൾ മാറ്റണം. ഇത് മറന്നു കളയരുത്. വാഹനത്തിൽ ഒരു ദിവസം കയറാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. വളരെ ഗൗരവമുള്ള ദിക്ർ. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് സുബ്ഹാനല്ലദീ സഖറ ലനാ. സുബ്ഹാനല്ലദീ എന്ന് പറഞ്ഞത് അത്ഭുതത്തിന്റെ വാക്കായി സുബ്ഹാൻ. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ പറയുന്നു ലാ യൻജുസുൽ മുഅ്മിനു, മുഅ്മിനായിരിക്കുന്ന മനുഷ്യൻ നജീസാകുമോ? എന്തൊരു അത്ഭുതമാണ് ഈ കേൾക്കുന്നത്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ഇങ്ങനെ സുബ്ഹാൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ സംഭവത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ അത്ഭുതം രേഖപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ. ഇതിന് വെളിപ്പെടുത്താൻ കഴിയോ? ഈ പറഞ്ഞതായിരിക്കുന്ന ഒട്ടകത്തിന് വെളിപ്പെടുത്താൻ കഴിയും. ആനയെ മേക്കുന്ന ആളുകളെ കാണാം. വലിയ ആന, ഇത്ര പോതായി മിസ്വാക്ക് പോലത്തെ ആളുകൾ. ഞാൻ ഒരു തോട്ടിയിട്ട് ഇങ്ങനെ വലിയ ആളായി നടക്കുക. ആന പെട്ടെന്ന് തന്നെ ആ കൊമ്പോട്ട് പതുക്കെ ഒരു തോടൽ വേണ്ടിയാൽ എന്താ മൂപ്പർക്ക് സാപ്പിടാം. ഒന്നും ചെയ്യണില്ല, പേടിയാണ് എനക്ക്. തുമ്പി കൈ ഒന്ന് പതുക്കെ വളച്ചോടെ എല്ലാം തിരിച്ചാലേ മൂപ്പർക്ക് എന്ത് ചെയ്യാ, ഒരു വായന്റെ അല പോലെ. പക്ഷെ ആളെ പേടിയാണ് എനക്ക്.
ചിലര് പറയണത് എന്താ, ആന വലുതറിഞ്ഞാൽ ആന്റെ കണ്ണ് ചെറുതാ. അപ്പൊ ആന ഈ ചെറിയ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമ്മൾ വലിയ ആളായിട്ട് കാണുന്നാലും ആയിക്കോട്ടെ, അള്ളാഹ് വെളിപ്പെടുത്തി കൊടുത്തല്ലേ, അള്ളാഹുത്തല അങ്ങനെ തോന്നിച്ചു കൊടുത്തല്ലേ. അപ്പൊ ഈ മനുഷ്യന്മാർക്ക് വെളിപ്പെടുത്താൻ വേണ്ടി അള്ളാഹുത്തല ആനെ പടക്കണ സമയത്ത് അതിന്റെ വലുപ്പത്തനുസരിച്ച് കണ്ണ് പടക്കാൻ വേണ്ടി അള്ളാഹ് മറന്നതോ അള്ളാഹ് കഴിയാത്തോണ്ടല്ല. അത് വേണ്ട. ഇവന്നെ ഭരിക്കുന്ന ആളുകൾ ഇതുപോലെയുള്ള മിസ്വാക്കുകളാ, ഈ ബ്രഷ് പോലെയുള്ള മനുഷ്യന്മാരാ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ചെറിയ കണ്ണുകൊണ്ട് നോക്കിയാൽ അവർ വലുതായിട്ട് കാണണം. അതാണ്ട് ആന മേക്കുന്ന ആളുകൾ ആനയുടെ തോട്ടിന് വലുപ്പം തന്നെ ഉണ്ടാവില്ല ചില മനുഷ്യന്മാർ. ആന നമുക്ക് വെളിപ്പെടുകയാണ്. ആനപ്പുറത്ത് കയറുമ്പോഴും പറയണം. ചില അമ്പലങ്ങളിലോ ആന, അതുപോലെ അമ്പലങ്ങളിൽ പിന്നെ ഈ മഹാന്മാരായിരിക്കുന്ന ആളുകളുടെ നേർച്ചന്റെ ഭാഗത്തൊക്കെ ചില ആളുകൾ വലിയ പരിപാടിയാണ്, അതെന്താവട്ടെ കൊണ്ടുവരുമ്പോ കുറെ ആളുകൾ ആനപ്പുറത്ത് കയറാൻ വേണ്ടി ഇങ്ങനെ ആനപ്പുറത്ത് കയറി വലിയ ആളായിട്ട് ഇങ്ങനെ കൊടുങ്ങനെ ഇരിക്കുക. അപ്പോഴും പറയണ്ടെന്ന് സുബ്ഹാനല്ലദീ സഖറ ലനാ, ഈ ആന ഇപ്പൊ പെട്ടെന്ന് ഇടഞ്ഞാൽ പരിപാടി എല്ലാം തകർന്നു പോയി. അതുകൊണ്ട് ആന ഇടയാതെ കണ്ട്, ആന മൂട്ട് കാട്ടാതെ കണ്ട് ഞങ്ങളെ വലുതാക്കിയിട്ട് പടച്ചവനെ ഇതിന് വഴിപ്പെടുത്തിയത് നീയാണ് അല്ലാഹുവേ. നാം തീർച്ചയായിട്ടും പറയേണ്ടതാവുന്നു സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ, ഞങ്ങളല്ല ലഹു ഇതിനെ വഴിപ്പെടുത്താൻ മുഖരിനീൻ, ഒരു കാരണവശാലും ഞങ്ങൾക്കതിനുള്ള യോഗ്യതയും കഴിവില്ല. മൂട്ട് കാട്ടിയാൽ പോയി. അതുപോലെ ഈ ഓടിക്കുന്നതായിരിക്കുന്ന ഈ വാഹനത്തിൽ പെട്രോൾ ഒഴിച്ചാലേ അത് ഓടുകയുള്ളൂ. നിങ്ങൾ നമ്മളെല്ലാവരും സമ്മതിച്ചൊരു കാര്യമാണ്. ഡീസൽ ഒഴിച്ചാലേ പായുകയുള്ളൂ. പക്ഷേ ആ ഡീസലിൽ ഒഴിക്കാനുള്ളതായിരിക്കുന്ന ഒരു ശക്തി ആരാണ് ഉണ്ടാക്കിയത്? എവിടെ നോക്കിയാലും ആ ലാസ്റ്റിലേക്ക് എത്തി നോക്കിയാൽ അള്ളാഹു തല വെച്ചതായിരിക്കുന്ന ഒരു സബബ് നമ്മൾ എന്ത് ചെയ്തു? നടപ്പിലാക്കിയെന്നേ ഉള്ളൂ. അള്ളാഹുവിന്റെ തീരുമാനം നമ്മുടെ കൈക്കായി നടപ്പിലായി പോയി. അപ്പൊ അവിടെയുണ്ട് പടച്ചവനെ ഞങ്ങൾക്ക് സാധ്യമല്ല. നിശ്ചയമായി നമ്മളാകുന്നത് നമ്മളുടെ രക്ഷിതാവിലേക്ക് ലമുങ്കലിബൂന, ഇന്നല്ലെങ്കിൽ നാളെയായി നമ്മുടെ രക്ഷിതാവിങ്കിലേക്ക് നമ്മളെല്ലാവരും മടങ്ങിപ്പോവേണ്ടവരാണ്. ഈ ആർഭാട സൗകര്യങ്ങളിലും ആഹ്ലാദത്തിലൊന്നും നമ്മൾ സമയം കഴിക്കേണ്ടവരല്ല. നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് ഒരു സമയത്ത് തിരിച്ചു പോകേണ്ടവരാണ് എന്നുള്ളതായിരിക്കുന്ന ഒരു സമ്മതവും അതിലുണ്ടാവുക. അതോടുകൂടെ പിന്നെ എന്തെങ്കിലും ദുആകളിലായിട്ട് മശ്ഗൂലാവുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസായി സഫരി വകആബത്തിൽ മൻളരി വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ലി വൽ വലദ്. ഇതൊക്കെ ആ ദുആകളിൽപ്പെട്ടതാണ്. എല്ലാ ഇടങ്ങളിലുള്ളതായിരിക്കുന്ന കാവല്, കഷ്ടപ്പാടുകൾ, വിഷമങ്ങൾ, യാത്ര എന്നുള്ള ഖിത്അത്തുൻ മിനൽ അദാബ്, അത് അദാബിൽപ്പെട്ട ഒരു വകുപ്പാണ്. ഒരു ശിക്ഷ അതിലുണ്ട്. എന്തുകൊണ്ടില്ല? അന്നഹു യദഉ താമഹു വശറാബഹു വനൗമഹു വസ്തിറാഹത്തഹു. യാത്രയിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് സമയത്ത് ഭക്ഷണം ലഭിക്കുകയില്ല, സമയത്ത് ഉറങ്ങാൻ പറ്റുകയില്ല, അതുപോലെ വിശ്രമിക്കാൻ പറ്റുകയില്ല, സമയത്ത് മലമൂത്ര വിസർജനം പോലും നടത്താൻ അവന് പറ്റുകയില്ല. കാരണം വാഹനം ഇങ്ങനെ കാത്തു നിൽക്കുന്നു. അതല്ലെങ്കിൽ കൂട്ടുകാർ വിഷമിക്കുകയാണ്. അപ്പൊ ഇവൻ ഇങ്ങനെ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുമ്പോൾ അവന്റെ ഭക്ഷണത്തിന്റെ സമയം എന്ത് ചെയ്തു? തെറ്റിപ്പോയി. വാഹനത്തിൽ കയറിയതായിരിക്കുന്ന മനുഷ്യനുണ്ടാകുന്ന പ്രയാസങ്ങൾ എങ്ങനെ നോക്കിയാലും കിട്ടാത്തുമില്ലതാവാണ്. മനുഷ്യ പ്രകൃതിക്ക് സഹിക്കാൻ വയ്യാത്ത ഒരുപാട് പരീക്ഷണങ്ങളുമായി നേരിടേണ്ടതായ ഒരു സംഗതിയാണ് യാത്ര. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസായി സഫരി വകആബത്തിൽ മൻളരി വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ലി വൽ വലദ്. എന്റെ മുതലുകളിലും എന്റെ അഹ്ലികളിലും എന്റെ ശരീരങ്ങളിലും എന്റെ സന്തതികളിലും ഞാനുമായി ബന്ധപ്പെടുന്ന ഒന്നിനും ഒരു വിഷമങ്ങൾ എനിക്ക് ഉണ്ടാക്കി തീർക്കാതെ പൂർണ്ണമായി എല്ലാ സംരക്ഷണം നൽകിയിട്ട് എന്റെ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം നന്നാക്കി തരണമെന്ന് അള്ളാഹുവിനോട് ദുആ ഇറക്കുക. ഇത് പ്രത്യേകമായിരിക്കുന്ന ഒരു സുന്നത്താണ് യാത്രവേളയില്. പിന്നെ അതുപോലെ ഇമാം നവവി റളിയല്ലാഹു പറയുകയാണ്, യാത്രയിൽ ഏത് സമയത്തും പ്രത്യേകിച്ച് ഒരു ഹലാലായ യാത്ര, അതോടുകൂടെ ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കാനുള്ളത് യതജന്നബ ശിബൽ മുഹ്രിത വസീനത വതറഫുഹ വതബസ്സുത ഫി അൽവാനി ത്വാമി. ഭക്ഷണത്തിന്റെ വകുപ്പുകളിൽ കൂടുതലായി ആർഭാടങ്ങൾ സ്വീകരിക്കാതിരിക്കുക, കൂടുതലായി ഏത് സമയത്തും വയറ് ഫുള്ളാക്കാതിരിക്കുക. നല്ല തിന്നിട്ട് സാധാരണ നാട്ടിലൊക്കെ പറയണ്ട ഉണ്ടോ ഉണ്ടാല ഊക്കനാവുകയുള്ളൂ. ഉണ്ടവനാണ് ഊക്കൻ. ഉണ്ടിട്ട് ഊക്കുണ്ടാക്കാൻ. ഊക്ക് നല്ല വൈകിയ വാക്കാണെങ്കിൽ പോട്ടെ, താഴത്തിലായിട്ട്. അതുമല്ല, ഊക്കനാകെ കുസ്തി പിടിക്കുക, കളരി പഠിക്കുക, കരാട്ട പഠിക്കുക, അതിന് ഇടിക്കുക. മറ്റാര് വന്നാലും എന്ത് ചെയ്യുന്നതാണ്? ഞാൻ ഈ വിരലിനെ മുള നിർത്തുക. എന്നിട്ട് അതിന് ചില അഭ്യാസങ്ങൾ നമ്മൾ സാധാരണ പറയാറുണ്ട്. നാവും മൂക്കും കൂടിയിട്ടുള്ള ദൂരം എത്ര കിലോമീറ്റർ ഉണ്ടാവും? നാവിന്റെ സ്ഥലത്തുനിന്ന് മൂക്കിലേക്ക് വളരെ കുറച്ചുള്ളൂ. പക്ഷെ ഇരിക്കുന്ന ആൾക്ക് എത്ര ആൾക്ക് നാവും കൊണ്ട് മൂക്ക് തൊടാൻ കഴിയുന്നവരുണ്ട്? അല്ല, നമ്മുടെ കഴിവുകൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഉദാഹരണം പറയാം. ഈ ഇരിക്കുന്നതിൽ എത്ര ആൾക്ക് നാവ് കൊണ്ടിട്ട് മൂക്ക് തൊടാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പൊ നോക്കാൻ തൊട്ടുനോക്കാനികള് ഞാനടക്കം 99% കഴിയാത്തവരാ. 1% എന്തുകൊണ്ട് കഴിഞ്ഞു പറഞ്ഞ എന്തോ ഒരു അഭ്യാസം പഠിച്ചതുകൊണ്ട് കഴിഞ്ഞതാ. അതായത് മഹാന്മാരായ പഴയ ആളുകൾ പറഞ്ഞത് പഴമൊഴിയിൽ പതിര് കാണാൻ പാടില്ല എന്നാ. എന്ന് പറഞ്ഞാൽ അവയെ കാണുള്ളൂ, തീരെ കാണില്ല എന്നല്ല അതിന്റെ അർത്ഥം.
പഴമൊഴിയിൽ പതിരുണ്ടെങ്കിൽ പശുവും പാല് കഴിക്കുമെന്ന് പറയലുണ്ട്. അതും അപൂർവ സംഭവം. അത് അധികവും അങ്ങനെ സംഭവിക്കാറ്. ചിലപ്പം പശു കാഞ്ഞേരത്തിന്റെ ഇല കൂടുതൽ നിന്ന് പതിവാക്കിയാൽ പാല് കഴിക്കും, അത് ശരിയാ. അപ്പൊ അപൂർവമാണ്. ഇങ്ങനെ പ്രത്യേകമായിരിക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഉണ്ടിട്ട് ഊക്കുണ്ടാക്കിയിട്ട് അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്തിട്ട് അതങ്ങനെ ചിലവഴിക്കുകയാണെങ്കിലോ, നമ്മളെന്നാള് ബോംബെന്ന് ഒരാള് സംഭവം പറഞ്ഞത്, പരിപ്പ് പിടിച്ചെന്നാള് നല്ലൊരു മനുഷ്യൻ, ഇതൊക്കെ മേടിച്ച് നമ്മളെ പരട്ടിക്കിട്ട് അവിടെ കൊണ്ടുപോയി ആൾ വിറ്റ് ലാഭം ഉണ്ടാക്കിയാൽ തിന്നാൽ തന്നെ അയാളൊന്ന് കണ്ടു നോക്കിയാൽ സന്തോഷം വരാം. എന്താ, അയാൾ ഇതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം പിന്നെ അയാൾ ഉണ്ടക്ക് പോലും ഇബാദത്ത് ചെയ്യലും തൊവാഫ് ചെയ്യലും ശരിയായിട്ട് അങ്ങനെയുള്ള ആ ഒരു പരിപാടി ഇല്ലാതെ പിന്നെ മൂപ്പർക്കൊന്നുമില്ല. കാശൊക്കെ ഉണ്ടാക്കി കയ്യിലാക്കിയിട്ട് 10 രൂപ നമുക്ക് തന്നിട്ടോ, അത് വേറെ പ്രശ്നം. നമ്മുടെ ഡ്രമ്മിൽ മുഴുവൻ ചെറുപയറും ചാക്കൽ മുഴുവനും ചെമ്മീൻ പൊടിയൊക്കെ കയറ്റി എല്ലാം കൊണ്ടുപോയി അവിടെ വെച്ചെങ്കിലും പക്ഷെ അയാളോട് സന്തോഷമുണ്ടായ കാരണം എന്താ, അയാൾക്ക് ഒരു പക്ഷേ ഹൗഫുള്ള മനുഷ്യനായിരിക്കാൻ നമുക്കറിയില്ലയോ, നമുക്ക് ആ വാഹിറല്ലേ അറിയുള്ളൂ. ഇബാദത്തിൽ വളരെ താല്പര്യമുള്ള നല്ല ശാപ്പാട് കഴിക്കും, അങ്ങനെ എന്ത് ചെയ്യും, അതൊക്കെ പോയിട്ട് അത് ഇബാദത്ത് എടുത്തിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാം കൂടെ തളർന്നുണ്ടാവും. അതാണ് വേണ്ടത്. അല്ലാത്ത രൂപത്തിൽ നിങ്ങൾ യാത്രയിൽ മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, പിന്നെ യതജന്നബ ശിബിനെ ഒഴിവാക്കണം, അതായത് വല്ലാതെ അമിതമായി വയറ് നിറക്കരുത്. അൽ മുഫ്രിത്ത, വല്ലാതെ സാധാരണഗതിയിൽ വിട്ടിട്ട് സീനത്ത, വലിയ ആർഭാടങ്ങൾ പറ്റുകയില്ല. നല്ല നല്ല സാധനങ്ങൾ തന്നെ തിന്നുള്ളൂ. അതന്നെ ഒരുപാട് ഉണ്ടാക്കിയിട്ട് കുറച്ച് തിന്നുള്ളൂ. മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ അത് വളരെ വിശാലമാക്കണം. ഒരു കൂട്ടാനോ ഒരു കറിയോ ഒന്നും പറ്റുകയില്ല, രണ്ടും പോരാ, നല്ല ഉണ്ടാക്കണം. എന്നിട്ട് അന്തസ്സായിട്ട് തിന്നിട്ട് ഇങ്ങനെ 4 തേട്ടലും തട്ടിയിട്ട് ഇങ്ങനെ നെട്ടക്കാൻ വരും. അത് യാത്രയിൽ നിന്ന് കുറച്ചിരിക്കേണ്ടതാകുന്നു. പൊതുവെ ഏത് സമയത്തും അമിതമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് വയറ് ഉറപ്പിക്കുക എന്നുള്ളത് ആരോഗ്യത്തിൽ നിന്ന് അനാരോഗ്യത്തിലേക്ക് ക്ഷണിക്കുന്നതാണ്. 3 കാര്യങ്ങൾ ആരോഗ്യമുള്ള മനുഷ്യന്റെ ആരോഗ്യം ഇല്ലാതെയാക്കാൻ സഹായകരമാവുകയാണ്. അത് ഒന്ന്, ഇദ്ഹാലു ത്വാമി അല ത്വാമി ദവാമു വത്ഇൻ ദവാമു മുദാമത്തിൻ വദവാമു വത്ഇ വഇദ്ഹാലു ത്വാമി അല ത്വാമി. ഒന്ന്, മദ്യപാനം, മദ്യപിക്കുക, കള്ളുടിക്കുക, കഞ്ചാവ് വലിക്കുക, ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്ന മനുഷ്യന് താൽക്കാലികമായ സുഖം എന്ന് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടല്ലോ. യസഅലൂനക അനിൽ ഖംരി ഖുൽ ഫീഹിമാ വൽ മൈസിരി ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറു വമനാഫിഉ ലിന്നാസി. പറഞ്ഞാൽ താൽക്കാലമായ ഒരു ഉഷാർ. ഒരു ആരോഗ്യമില്ലാത്ത മനുഷ്യനാണെങ്കിൽ ഒന്നും ചെയ്തു, ഒന്നും കൂടി ഉഷാറായി. അപ്പോ അവന്റെ സുഖം കിട്ടിയും. അപ്പൊ ആ താൽക്കാലികമായ ഒരു ഉപകാരമുണ്ട്. അവസാനം പറയുന്നുണ്ട്, ഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. ആ 2 കൊണ്ടുള്ള സുഖം നിങ്ങൾക്ക് അതിന്റെ ഉപകാരത്തിലേക്കാണ് ഉപദ്രവം ചെയ്യുന്നതുമാണ്. വളരെ ശ്രദ്ധിച്ചോളേന്ന് അതിന്റെ അർത്ഥം. തന്റെ നമ്മളൊരു ശ്രദ്ധിച്ചോളേ. അതുപോലെ താൽക്കാലികമായിരിക്കുന്ന സുഖമല്ലാതെ കണ്ട് മദ്യപാനികൾക്കും കഞ്ചാവ് അതുപോലെ തന്നെ ലഹരി പദാർത്ഥം പതിവായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കാത്ത ആളുകൾ വളരെ കുറച്ചുമായിരിക്കാം. ഭാവി ജീവിതം കഴിഞ്ഞതിനേക്കാൾ അല്ലാഹു ഖൈറായി നല്ല മാർഗത്തിൽ സഞ്ചരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തരുമാറാവട്ടെ. പല കഥകളും കഴിഞ്ഞ ആളുകളുണ്ടാവുമല്ലോ, പല സംഭവങ്ങളും പറയാൻ പറ്റിയ ആളുണ്ട്. ആരുടെ സംഭവത്തോ പറയണ്ട, എല്ലാവരും അല്ലാഹുവിലേക്ക് വിട്ടുകൊടുക്കുക, ഒന്നും പറയണ്ട, ഒക്കെ ഇങ്ങനെ മറിഞ്ഞു കിടക്കട്ടെ. പിന്നെ രണ്ടാമത് പറയുന്നത് ദവാമു മുദാമത്തിൻ, മദ്യപാനത്തിന്റെ ശേഷമായിട്ട് സ്ത്രീ സമ്പർക്കം അമിതമായി ഒരാഴ്ചയിൽ 1-2 പ്രാവശ്യമാണ് ആരോഗ്യത്തെ സംരക്ഷിക്കുന്നത്. പിന്നെ പൂർണ്ണമായ നല്ല ആരോഗ്യമുള്ള ആളാണെങ്കിൽ എന്നാലും എല്ലാ ദിവസങ്ങളും അങ്ങനത്തെ ഒരു ബന്ധം പുലർത്തുക എന്നുള്ളത് പെട്ടെന്ന് അവന്റെ ആരോഗ്യവും ആവേശവും നഷ്ടപ്പെടുത്താനാണ് സഹായകരമാവുക എന്നുള്ള ശ്രദ്ധയിൽ ഉണ്ടാവട്ടെ. നിങ്ങളുടെ യുക്തി പോലെ ആ കാര്യം കൈകാര്യം ചെയ്യുക. നമുക്കിവിടെ പറയാനുള്ളത് ഭക്ഷണം കഴിച്ചാല് ആ ഭക്ഷണത്തിന് സഞ്ചരിക്കാനുള്ള സ്ഥലം വിട്ടുകൊണ്ടിട്ട് നിങ്ങൾ അതിന്റെ മീതെ ഭക്ഷണം കഴിക്കരുത്. 3 രൂപമായി കൊണ്ട് 3 അംശങ്ങളായി നിങ്ങളുടെ ആമാശയങ്ങളെ വിട്ടുകൊടുക്കണം. അൽ ബത്നു സലാലത്തു അഖ്സാമാണ്. ഖിസ്മുൻ ലി ത്വാമിഹി വ ഖിസ്മുൻ ലി ശറാബിഹി വ ഖിസ്മുൻ ലി നഫസിഹി. നമ്മുടെ വയറില്ലേ, വയറ് ഇങ്ങനെ കൊടവയറുണ്ടാവും ചില ആൾക്കാർക്ക്, പാവങ്ങൾ തിന്നോട് കുറവേക്കാറ് ചില ആൾക്കാർ. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. ഉണ്ടാക്കിയ വയറൊന്നല്ലല്ലോ, ആവശ്യത്തിന് മതി എറിഞ്ഞുണ്ടാക്കാൻ നിവൃത്തിയൊന്നുമില്ല, കേട് കൊടുത്തുള്ളാവും. വയറിങ്ങനെ തൂങ്ങി. ഏത് വയറായാലും വേണ്ടില്ല, ഈ വയറ് 3 ഭാഗമായിട്ട് തിരിച്ചോളണം. ഒന്ന്, അത് താമിലേക്ക് സഞ്ചരിക്കാനുള്ളതാണ് ഒരു ഭാഗം. ഈ വയറത്തിന്റെ ഉള്ളിൽ 3 അറണ്ടാവണം, 3 ടാങ്കികൾ. ഒന്ന് ഭക്ഷണത്തിന് സഞ്ചരിക്കുക, മറ്റൊന്നിൽ ശറാബിഹി, കുറച്ച് വെള്ളം കുടിക്കണം, അത് അതിനുള്ളതാണ്. മൂന്നാമത്തേതായിരിക്കുന്ന ടാങ്കി അത് നെഫസിനുള്ളതാണ്, ശ്വാസങ്ങൾ, കാറ്റുകളുമാണ് അതിൻ്റെ ഉള്ളിൽ.
അപ്പോഴേ ഇതിന്റെ മെഷീനുകളൊക്കെ ശരിക്കും വർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ചെന്നതായിരിക്കുന്ന ഭക്ഷണവും ആ വെള്ളവും കൂടി മിക്സായി ആട്ടി എല്ലാം റെഡിയാക്കി കുറെ പുണ്ണാക്കുകൾ വിട്ടു, കുറെ എണ്ണ അങ്ങോട്ട് വിട്ടു, കുറെ മെഴുക്കുകൾ അവിടെ ഇവിടെയായി, എല്ലാ ഉപകാരത്തിന് വേണ്ടി മജ്ജകളും മാംസങ്ങളും ബ്ലഡിലേക്ക് പോകേണ്ടത് അങ്ങനെ ബ്ലഡിലേക്ക് വിട്ടു. അതുപോലെ തന്നെയാണ് മൂത്ര ടാങ്കിലേക്ക് പോകേണ്ടത് അങ്ങോട്ടും വിട്ടു, കാഷ്ടത്തിന്റെ ടാങ്കിലേക്ക് അങ്ങോട്ടും വിട്ടു, കുറെ വേർപ്പുകളാക്കി, കുറെ ശ്വാസങ്ങളാക്കി. എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്നത്. മൻ അറഫ നഫ്സുഹു ഫഖദ് അറഫ റബ്ബ. ആരെ അതൊക്കെ അറിഞ്ഞത്? ഇതിന്റെ ഉള്ളിലുള്ള പ്രവർത്തനം ആരാ അതിന്റെ പരിപാടിക്കാര്? നല്ല നല്ല ഇറച്ചിയുടെ കഷ്ണമൊക്കെ എന്ത് ചെയ്യുന്നതാണ് കടിച്ചു ചവച്ച് തിന്നാൽ അടുത്ത കഷ്ണം മറ്റോടുക്കുന്നതിന്റെ മുമ്പായിട്ട് ഒറ്റ ഒഴുകല ഇവിടെ അത് ചവച്ചിട്ട് ഇങ്ങനെ വല്ല സന്താരമാരി തിന്നുമ്പോഴേ മറ്റാൾ കേട്ടു. അപ്പൊ എന്ത് ചെയ്യാ ഒറ്റ ഒഴുകല പരിപാടി കഴിഞ്ഞ്. എന്നിട്ടോ നേരം വരാണ്ടിപ്പോ ഒരു പ്രശ്നമില്ല, എല്ലാം അത് അരച്ച് ശരിയാക്കിയിട്ട് അതെല്ലാം അറ്റം കൊടുത്ത് കെത്തി. ഇതൊക്കെ അത് അനുഭവമുള്ള ആളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവാം. അൽഹംദുലില്ലാഹ് എന്തൊരു സൗകര്യമാണ് അല്ലാഹു ചെയ്തത്. അപ്പോ അവന്റെ വയറിൻ്റെ ഉള്ളിലാവുന്ന ഒരു വലിയൊരു ഫാക്ടറി പ്രവർത്തിക്കുന്നു. ഒരുപാട് തൊഴിലാളികളിലുണ്ട്. അത് ആരാണ്? നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ 360ഓളം വരുന്ന ഞരമ്പിന്റെ സഹായത്തിന് വേണ്ടി അള്ളാഹുവിന്റെ സെക്യൂരിറ്റികളായിരിക്കുന്ന റഹ്മത്തിന്റെ മലായിക്കത്തുകൾ നമ്മുടെ ശരീരങ്ങളിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാണ് ഈ പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നും നമുക്കറിയയില്ല. റഹ്മാന റബ്ബിന്റെ പ്രത്യേകമായിരിക്കുന്ന അടിമകളാവുന്ന മനുഷ്യന്മാരെ സംരക്ഷിക്കാനുള്ള ബാധ്യത റബ്ബ് വാഗ്ദാനം മുഖേന ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അതിന് നൽകേണ്ട കാര്യം അല്ലാന്റെ മേല. റിസ്ക് പറഞ്ഞാൽ അതിന് നൽകും ഭക്ഷണമായിട്ടും വെള്ളമായിട്ടും സംരക്ഷണമായിട്ടും. അള്ളാന്റെ സംരക്ഷണം എന്താ? ഈ വേണ്ടതൊക്കെ വേണ്ടതുപോലെ ചെയ്യാന്നുള്ളതല്ലേ. അതിന് ഏറ്റവും ചുരുങ്ങിയതായിരിക്കുന്ന നിയമത്തിന് ശുക്രിയാൻ വേണ്ടി എന്താ നമ്മൾ ചെയ്യാൻ ഞാൻ ഇന്നലെ പറഞ്ഞത്? എന്താ പറഞ്ഞത്? 2 റക്അത്ത് ദുഹ നിസ്കരിക്ക. അതിന്റെ സമയം എപ്പോഴാണ്? ഈ കാര്യം പറഞ്ഞൊക്കെ പെട്ടെന്ന് മറക്കണല്ലോ. അതിന്റെ സമയം എപ്പോഴാ? സൂര്യൻ ഉദിച്ച് ഏകദേശം 7 മുഴം ഉയർന്നതിന് ശേഷമായി ളുഹർ ബാങ്ക് വരേക്കും എന്റെ സമയമാണ്. 2 റക്അത്ത് നിസ്കരിക്കാൻ 2-2.5 മിനിറ്റ് സമയമാണ് വേണ്ടത്. ഏതെങ്കിലും പ്രാവശ്യം ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ഒതുണ്ടാക്കി വന്ന് അൽഹംദുലില്ലാഹ് ജോലിയുടെ സൗകര്യം പോലെ 2 റക്അത്ത് അള്ളാഹുവിനെ നിസ്കരിച്ചാല് ഇവന്റെ ആമാശയങ്ങളും അവന്റെ ശരീരങ്ങളും പൂർണ്ണമായി സംരക്ഷിച്ചതായിരിക്കുന്ന അള്ളാഹുവിന് ഒരു ചെറിയ നന്ദിയുള്ളവനാകുമെന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞതിപ്പോ? അമിതമായി ഭക്ഷണം കഴിക്കാന്നുള്ള സ്വഭാവം പാടില്ല. കാരണം കൂടുതലായി ഇതിൽ കൊള്ളതിന്റെ പുറമെ ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു, ടാങ്കിൽ ഒഴുകുന്നതിനേക്കാണ് വെള്ളവും കുടിച്ചു, ജ്യൂസുകളും മറ്റു സാധനങ്ങളൊക്കെ ആയിട്ട് കുടിച്ചു. അതിന്റെ ശേഷമായിട്ട് പിന്നെ ഈ ശ്വാസത്തിന്റെ ഭാഗത്തുള്ള സ്ഥലം കൂടി ഇതിലേക്ക് കുറെ നീങ്ങിയാൽ ശ്വാസത്തിന് അവിടെ സഞ്ചരിക്കാൻ സ്ഥലമില്ല. അപ്പൊ ആകമാനം ഗ്യാസ് ട്രബിള്. ഗ്യാസ് ട്രബിൾ ഇല്ലാത്തൊരാരുമില്ല. കുറെ ചിന്തിച്ചു നോക്കിയാ ഈ തിന്നു തരീട്ടാ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ തിന്ന് കൊഴുപ്പുള്ള സാധനങ്ങൾ. ഒരു റൊട്ടി തിന്നാൽ തന്നെ ഏകദേശം അവനക്ക് മതിയാവും. അപ്പൊ ബന്ധു ചെയ്ത് കറി ഉഷാറായപ്പോ 2 റൊട്ടി തിന്നു. ഞാൻ 2 റൊട്ടി വലിയ ആളായിട്ട് പറയാ 2 റൊട്ടി. ഞാൻ ഭയങ്കര ശാപ്പാടനാണ്. ആൾക്കാരുടെ അഭിമാനം. വാസ്തവത്തിൽ അതുകൊണ്ട് ഉപകാരമില്ല എന്നല്ലേ, അതുകൊണ്ട് നാശമാണ്. താൽക്കാലികമായി ആരോഗ്യത്തിന്റെ പ്രസരിപ്പ് കൊണ്ട് നമുക്കത് അനുഭവിക്കാൻ പറ്റിയെന്ന് വരികയില്ല. എങ്കിലും അടുത്ത ഭാവിയിൽ നീ ചിന്തിച്ചോ എന്നും അത് പതിവാക്കാൻ പറ്റുകയില്ല. അമിതമായി ഏത് സമയത്തും ഭക്ഷണം കഴിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. കുറച്ചുകൂടി കഴിക്കാറുണ്ട് പഠിച്ചോനെ, കുറച്ചുകൂടി കഴിക്കാറുണ്ട്. ഈ ശരീരത്തിന് അതിലേക്ക് ആശ കൊടുത്ത് നിർത്തേണ്ടതാവുന്നു. ഒരു പിടിയും കൂടിയും ചോറ് ഒരു ഉരുളം കൂടി വയ്ക്കാറുണ്ടോ എന്നുള്ള ലാസ്റ്റ് ഘട്ട വരുമ്പോ ആശയോടുകൂടെ അങ്ങോട്ട് നിർത്തുക. ശരീരത്തിന്റെ ആശ തീർത്തു കൊടുക്കരുത്. അത് പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് യാത്രയിലാണ്. അങ്ങനെ വന്നാൽ എന്താ പിന്നെ ഉണ്ടാവുക? ഈ ശ്വാസത്തിന് അവിടെ സഞ്ചരിക്കാൻ സ്ഥലം ഇല്ലെങ്കിൽ പിന്നെ ശ്വാസം പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ എല്ലാ ശ്വാസം കാറ്റിന് ഒരു പരിധികളിൽ നിൽക്കാനേ ഉള്ളൂ. അപ്പൊ ഇതിങ്ങനെ തേട്ടിയിട്ട് വായിൽ കൂടെ വരും. പിന്നെ പറ്റാത്ത സ്ഥലത്ത് കൂടെ ഇങ്ങനെ പോകും. കുറെ എന്ത് ചെയ്യുന്നതാണ് വെടി വെട്ടിയിട്ടും അങ്ങനെ പോകും. വെടി തൂറ്റിയിട്ടും പോകും. ഇതിനെ ഒഴിഞ്ഞുകൊണ്ടേ. അപ്പൊ തൂറ്റലും പൊട്ടലും ഒക്കെ ആയിട്ട് ഇത് മുഴുവനും നമ്മുടെ ശരീരത്തിന് നാശമായിരിക്കാം. അതാണ് മഹാന്മാരായിരിക്കുന്ന ആളുകൾ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താൻ കാരണം. അത് യാത്രയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയും. യാത്രയിൽ ബസ്സിൽ കയറുന്നതിനാ AC ഇട്ടിട്ട് നല്ല സുന്ദരമായിട്ട് നല്ല ലക്ഷറി സീറ്റുകളാണ് മലർന്ന് കിടന്നുണ്ട്. എങ്ങനെ ഉറങ്ങി 4 വലി മരിച്ച് എന്തൊരു ആശ്വാസമാണ് സഹോദരന്മാരെ. ഇതിനാണോ നമ്മൾ പോകുന്നത്? അല്ല. അതും നമുക്ക് വേണം. അല്പൊരു വിശ്രമം കൂടാതെ കയ്യിൽ ഏത് സമയത്തും 24 മണിക്കൂർ നേരം ഉറങ്ങണ മനുഷ്യന്മാരും നമ്മുടെ യാത്രയിൽ പലപ്പോഴും സത്യത്തിന് ഒന്നെങ്കിലും സംഭവിക്കാറുണ്ട്. ഉറക്കം തന്നെ. മൂത്രമൊഴിക്കാനൊക്കെ പറയാൻ വളരെ വിഷമാണ് ഇറങ്ങാനൊക്കെ. കാരണം ഈ ഉറക്കാൻ മൂപ്പർക്ക് അഹബ്ബു ഇലൈഹി മിൻ മൂത്രിഹി. മൂത്രമൊഴിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഓന് ഉറക്കലാണ്. ഭക്ഷണം കഴിക്കല എനിക്ക് ഒന്നും വേണ്ട, ഉറക്കാ സുഖസുന്ദരമായിട്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. യാത്രയിൽ നമുക്ക് ചെയ്യുന്ന ഇബാദത്തുകൾ, യാത്രയുടെ കാര്യങ്ങൾ ഇനിയും വെറുതെയാണ്.
ഇബാദത്തിൽ ഏറ്റവും വലിയ പ്രധാനമായിരിക്കുന്ന ചെറിയ ഇബാദത്ത് കൊണ്ട് വലിയ പ്രതിഫലം കിട്ടാവുന്നതാണല്ലോ യാത്ര. അതുകൊണ്ടല്ലേ നിസ്കാരത്തിലൊക്കെ ഡിസ്കൗണ്ടുകൾ. ഹജ്ജിൽ ഡിസ്കൗണ്ട് ഇല്ല, ഹജ്ജിന് കൂടുള്ളൂ. അത് ശ്രദ്ധിച്ചോള്. അങ്ങനെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ നിയമം. നമ്മൾ എന്ത് ചെയ്യാനാണ്? ഗവൺമെന്റിന്റെ തീരുമാനം അനുസരിച്ച് നമുക്ക് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ചെയ്യണമെങ്കിൽ എന്താവണം? വിശാലമായി അള്ളാഹു തന്നതായ സമ്പത്ത് നിങ്ങൾ ചെലവഴിച്ചേ പറ്റുള്ളൂ. നാട്ടിലൊക്കെ നടപ്പിലായി ലക്ഷത്തോളം ഉറുപ്പുണ്ടെങ്കിലേ ഒരാൾക്ക് ഹജ്ജിന് പോകാൻ പറ്റുള്ളൂ. ഇവിടുന്ന് 3.5 കായണ്ടി പോവായിരുന്നു. അതിനൊന്നും ഡിസ്കൗണ്ട്. ആ പല കളിയൊക്കെ നടക്കും. അതൊക്കെ നടന്നുപോയി, ഇനി നടക്കുകയില്ല. എല്ലാവരും ബേജാറിലും വിപ്രാളത്തിലും അടുത്ത ദിവസമൊക്കെ നിങ്ങളുടെ മുമ്പിൽ വിളമ്പും. അപ്പൊ അറിയാ. അതുകൊണ്ട് ഭക്ഷണ സാധനങ്ങളിൽ വളരെ ശ്രദ്ധിച്ചുകൊണ്ടിട്ട് ആ യാത്രയിൽ ചെയ്യുന്ന കുറഞ്ഞ ഡിസ്കൗണ്ടുകളാവുന്ന ആ ആരാധന 4 നിങ്ങൾ 2 ആക്കിക്കോ. ജമാഅത്ത് മുഅക്കദ സുന്നത്തല്ല. യാത്രയില് ഇമാം അഹമ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി തങ്ങള് ജമാഅത്തായിട്ട് നിസ്കരിച്ചാലേ നിസ്കാരം സഹിയാവുകയുള്ളൂ എന്ന് നടാതെ ഫർള് ഐനാണെന്ന് പറയുന്ന ഇമാം അഹമ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നത് യാത്രയിൽ ഞാനത് പറയുന്നില്ല. ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ഞാൻ നിർബന്ധമാണെന്ന് പറയുന്നില്ല. എല്ലാ ഇമാമിങ്ങളും അങ്ങനെ പറയുകയാണ്. 4 നിങ്ങൾ 2 ആക്കിയാൽ മതി. ഇമാം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു യാത്രയിൽ സുന്നത്ത് നിസ്കരിക്കാൻ സമ്മതിക്കാറുണ്ടായിരുന്നില്ല. നീ സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ 4 പിന്നെ 2 ആക്കേണ്ട ആവശ്യം എന്താണോ എന്നാണ് ചോദിക്കുന്നത്. അത്ര ഡിസ്കൗണ്ടുകളൊക്കെയാണ് നമുക്കുള്ളത്. എല്ലാറ്റിനും നമുക്ക് ഡിസ്കൗണ്ടുകൾ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ എന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ ദുആക്ക് മുഴുവനും പരിഗണനയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വല്ലാതെ അമിതമായി തിന്നിട്ട് നിങ്ങളുടെ ശരീരത്തിന് ഘനം കൂട്ടിയിട്ട് നിങ്ങൾ ഉറങ്ങിയിട്ട് നിങ്ങൾ ഒന്നുമല്ലാത്ത പാപികളാവരുത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാവുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നതോടുകൂടെ അദ്ദേഹം പറയുകയാണ്, ഇന്നൽ ഹാജ അശഅതു അഗ്ബറു. ഹാജി അശഅതാണ്, അഗ്ബറാണ്. അവന്റെ ജീനത്തുകൾ എന്നും നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? പ്രത്യേകമായി ഇസ്തിരിടാത്ത ഫാന്റ് ധരിക്കുകയില്ല, ഷർട്ട് ധരിക്കുകയില്ല, എന്നും ഇസ്തിരണം, എന്നും പ്രത്യേകമായി ഒരു കെട്ടുണ്ടാകും. അടുത്ത വർഷത്തിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഞാൻ ഉടുത്തതായിരിക്കുന്ന വസ്ത്രം പഴകിയിട്ട് കീറി ഇനി വേറൊന്നും എടുക്കട്ടെ എന്ന് ചിന്തിച്ചവരില്ല. ഞാനടക്കമുള്ള ആളുകൾ പുതിയതെടുക്കുന്നത് പുതിയതായിട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. പഴയത് കീറിയിട്ടല്ല എടുക്കുന്നത്. പാന്റ് കീറിയിട്ട് വേറെ പുതിയ പാന്റ് ഉണ്ടാക്കിയാണെങ്കിൽ അതിലുണ്ടോ? ഇഷ്ടപ്പെട്ടില്ല. മാറ്റിയെടുക്കുന്നതായിരിക്കണം. മുണ്ട് കീറട്ടെ എന്നിട്ട് കുത്തണം. ആ സംഭവം തന്നെ ഇല്ല. അത് പഴകി എന്ന് തോന്നുന്ന 1-2 പ്രാവശ്യം അത് അലക്കിയാൽ അത് പഴകി. മാർക്കറ്റിൽ പോയി നോക്കിയപ്പോൾ പുതുമയുള്ള വസ്ത്രം കണ്ടു. അപ്പൊ പുതിയതാണ് പിന്നെ വാങ്ങുന്നത്. അപ്പൊ പുതിയതായി. ഈ രൂപത്തിൽ ആർഭാടത്തോടുകൂടെ ജീവിക്കുന്ന എല്ലാ ദിവസങ്ങളും അതാ ശരിക്കും ഇസ്തിരിട്ട് തേച്ചിട്ടാണ് നാം ഉപയോഗിക്കുന്നതെങ്കിൽ യാത്രയിൽ നിങ്ങൾ സഹോദര ഹബീബായ റസൂലുള്ളാഹി പറയുകയാണ്, ഹാജു അശഅതു അക്ബറാണ്. അവൻ മുടി ഇങ്ങനെ ഏത് സമയത്തും ചീകാറ കണ്ട് എന്റെ മുടിയുള്ള ആളുകൾ മുടിയൊക്കെ തൂങ്ങിയാകെ താടിയൊക്കെ അങ്ങനെ പിപ്പറായി. ഇപ്പൊന്നും താടിഞ്ഞാക്കെ താടി മുളക്കണം. ഇപ്പൊ കുട്ടികളാണ്, നിങ്ങൾ വലിയ ആളുകളാവണം. അപ്പോഴേ ഹജ്ജിനുണ്ടാവുള്ളൂ. ചെറിയ കുട്ടികളാണ്, മൈനർമാരാണ്, ഒറ്റൊന്നും താടി മുളക്കാത്തവരാണ് അധികവും. എല്ലാവർക്കും താടി മുളച്ചിട്ട് ഹജ്ജിന് പോകുമ്പോഴേക്കും പ്രായപൂർത്തിയാവണം. അങ്ങനെ താടി നന്നാക്കാനോ ശരിക്കും മീശ നേരാക്കാനോ ഒന്നും ഓർമ്മയില്ല. നശാത്താണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടോ. എന്താ നശാത്ത്? ഇതൊന്നും വൃത്തിയാക്കാൻ സമയമില്ല, ബേജാറാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹറമിലേക്ക് 4000 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിളിച്ചപ്പോൾ ഞാൻ അറിയാതെ, എന്റെ ഉമ്മ അറിയാതെ, വാപ്പറിയാതെ കണ്ട് ഞാൻ പറഞ്ഞുപോയി, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അല്ലാഹ് ഞാൻ അങ്ങോട്ട് എത്താ എന്നതുകൊണ്ട് എന്തിനാണ് എന്നെ വിളിച്ചു ചേർത്തുന്നത് എനിക്കൊന്നും ഓർമ്മയില്ല പറച്ചോനെ. ഞാനിത് വരുന്നു, എന്റെ ശരീരമാകമാനം മറന്നുപോയി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഗർഭത്തിന്റെ അരികിൽ ചുറ്റുഭാഗത്ത് ഓടിക്കളിക്കാൻ വരുന്ന എന്നെ നീ പരിഗണിക്കുമോ എന്നുള്ള ചിന്തയിൽ അവന്റെ താടി നന്നാക്കാനും അവന്റെ തല വൃത്തിയാക്കാനും അവന്റെ കുപ്പായം വിസ്തരിടാനൊക്കെ മറന്നുപോയി. ഹബീബായ റസൂലുള്ളാഹി ഇന്നൽ ഹാജ അശഅതു അക്ബറാണ്. അവരങ്ങനെയാവണം. എന്നാലാണ് റബ്ബിന്റേതായ പരിഗണന ഉണ്ടാവുക സഹോദരന്മാര്. അപ്പൊ ഏത് സമയത്ത് നമുക്ക് സമയമില്ല, എപ്പോഴും അലക്കാൻ സമയമില്ല. വളരെ ശ്രദ്ധിച്ചോ. താമസിക്കാൻ പോകുന്ന റൂമുകളിൽ എപ്പോഴും അലക്കലും തിരുമ്പലും കുളിക്കലും എല്ലാവരും ജന്നപാടൻ എല്ലാം ഊരിയിട്ട്. ഇവിടെ ഒരു ലോണ്ടറി ഉണ്ടോ? ഇംഗ്ലീഷിലൊക്കെ ലോണ്ടറി ഉണ്ടോ? ഒക്കെ കൂടി കെട്ട് മാറാപ്പി ഒന്നിന് 5 ഉറുപ്പിക കൊടുക്കണം. അല്ല ഷഡ്ഡി തേച്ചാലും വേണ്ടില്ല, അല്ല കുപ്പായം തേച്ചാലും വേണ്ടില്ല. ഈ 5 ഉറുപ്പിക സടക്കയ്യാൻ നേരത്ത് അപ്പൊ കൈവറച്ച് എന്ത് കഴുകിയിട്ട് ഇതൊന്ന് തേക്ക. ആരായി തേക്കണേ? അവിടെ കൊണ്ടുപോയിട്ട് അലക്കിയാൽ തന്നെ മുഴുവനാവോ? ആ യാതിൽ ഇടപാട് ആ സമയത്തൊക്കെ എല്ലാവരും ഓടും. ഒക്കെ ഇതൊക്കെ ആരാന്ന് ഇപ്പൊ തലമുട്ട കൊണ്ട് കല്യാണെങ്കിൽ ഇപ്പൊക്കെ മഹാപാവങ്ങളാണ്. ഞാൻ അങ്ങനെ ചെയ്താണ്. ഇവിടുന്ന് ഇറങ്ങിയോക്കണ്ട എല്ലാത്തിന്റെ ഉസറാണെങ്കിൽ ആവശ്യമില്ലാതെ പൈസ ചെലവാക്കാനും ആ ആർഭാടങ്ങളും അതിന്റെ ഉഷാറുകളൊന്നും കുറക്കാതെ എല്ലാം കൂടി വന്നിട്ട് ഇങ്ങോട്ട് കിട്ടണം. നമുക്കുന്ന വഴികളൊക്കെ ഷോർട്ടാക്കിയിട്ട് എന്താവണം? ബുദ്ധിമുട്ടി പോകുന്ന ആളുകൾക്ക് കൊടുക്കുന്നതായിരിക്കുന്ന അത് നമുക്ക് കിട്ടണം. അതായത് വേല കുറച്ച് ചെയ്തിട്ട് കൂലി വലുത് വാങ്ങണം. അങ്ങനത്തെ ശമ്പളക്കാരൊക്കെ ഉണ്ടാവില്ല, ചെറിയ ജോലി
ശമ്പളം 4000, 5000, 7000 ഒക്കെ 10,000 മേടിക്കുന്ന ആൾക്കാരുണ്ട്. ചെറിയ ജോലിയാ. കസാലയിൽ ഇങ്ങനെ ഇരുന്ന് ആ AC ഇങ്ങനെ ഓണാക്കിയിട്ട് സിഗരറ്റ് ഇങ്ങനെ എനിക്കൊക്കെ ഒരു പുകയാണ്, കായം എനിക്ക് വേണ്ടുള്ളൂ. അതേ സമയത്ത് പാടുപെട്ടിട്ട് ബലജയിലും മറ്റൊക്കെ വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് നടക്കുന്ന ആളുകളോ അവർക്ക് ചെറിയ ശമ്പളം. എന്നാൽ തന്നെ നാട്ടിൽ പോകണമെങ്കിൽ എത്ര ആളുടെ അടിയും കാലും പിടിച്ചിട്ടാണ് ഒരു 15 ദിവസം ലീവ് കിട്ടുന്നത്. അത്ര കഷ്ടപ്പെടുന്നവരുണ്ടാവാം. അതൊന്നും പറ്റുകയില്ല. എല്ലാവരും സമന്മാരായിട്ട് ഒരേ ഒരു രക്ഷിതാവിന്റെ അടിമകളായി, ഒരേ പ്രവാചകന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട്, ഒരേ ഒരു സൗണ്ടിലായി, ഒരേ ഒരു വസ്ത്രത്തിലായി കൊണ്ടുപോയി എന്തൊരു അന്തസ്സുള്ളതായ പരിപാടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവത്തുകളും തപസ്വത്തുകളും നിങ്ങളുടെ എല്ലാ നിലക്കുള്ള വിഷയങ്ങളും താൽക്കാലികമായി നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ജീവിതത്തിൽ ഒരു ഓർമ്മക്കുറിപ്പിന് വേണ്ടി ഒരൊറ്റ മാസം നിങ്ങൾ ഒരു പരിവർത്തനം ഉണ്ടാക്കണം. അത് എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഭാവിയിലാവാൻ വേണ്ടി അള്ളാഹിനോട് ദ്വാരക്കുകയും ചെയ്താൽ അള്ളാഹു സഹായിക്കും. അള്ളാഹു തആലയും എല്ലാ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അങ്ങനെ പോവാ. എന്താണ് ക്ലാസ് കേട്ടോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹാബിഹിൽ ഫായിസിന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതും പിരിഞ്ഞു വന്നതുമെല്ലാം സാലിഹമലാക്കി തീർക്കട്ടെ. ചെറുതും വലുതുമായ ദോഷങ്ങൾക്ക് അല്ലാഹു പുറത്തുമാറാവട്ടെ. ബാഹിരിയും ബാത്തിനിയും മാനസികവും ശാരീരികമായ രോഗങ്ങളെ അല്ലാഹു തആല ശിഫയാക്കട്ടെ. ഖൈറായ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. അവസാനം പരിപൂർണ്ണ ഈമാനോടുകൂടെ മരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹുവിന്റെ മഹലായ പദരുകൊണ്ട് നമ്മയും അഹ്ലുകാരെല്ലാം മുഅ്മിനീങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മായ യാത്രയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ആദാബുകൾ നാം പരിഗണിക്കുക, ശ്രദ്ധിക്കുക എന്നുള്ളത് ഹജ്ജ് മബ്റൂറും മഖ്ബൂലുമാവാൻ സഹായകരമാകുന്നു എന്ന് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതിൽ പ്രധാനമായൊരു പോയിന്റാണ്, നാം പുറപ്പെടുന്ന സമയത്ത് കൽപ്പിക്കപ്പെട്ടതായ ദിക്റുകൾ, അതുപോലെ കുടുംബാദികൾ, സ്നേഹമിത്രങ്ങൾ, വേണ്ടപ്പെട്ട എല്ലാ ആളുകളോടും സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ യാത്ര പറയുക, അമാനത്ത് വെക്കുക. അസ്തഗ്ഫിറുല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക സവ്വദകല്ലാഹു തഖ്വ വ ഗഫറ ദംബക വ യസ്സറ ലക്കൽ ഖൈറ ഹൈസുമാ കുന്തു എന്ന് എല്ലാ കാര്യങ്ങളും അവരെ ഏൽപ്പിക്കുക. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ഒരു സഹോദരൻ യാത്ര പോകുമ്പോൾ ഭാര്യ ഗർഭിണിയായിരുന്നു. ഭാര്യയെ വിളിച്ചുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ മാ ഫീ ബത്നികി, സ്വന്തമായ ശരീരത്തെ അമാനത്ത് വെക്കുന്ന താൻ മറന്നുകൊണ്ട് ഭാര്യയുടെ ഗർഭത്തിലുള്ളതായ കുട്ടിയെ അള്ളാഹുവിലേക്ക് അമാനത്തായി ഏൽപ്പിച്ചു. ചുരുക്കം പറയുക, അദ്ദേഹം യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും ഭാര്യ മരണപ്പെട്ടിരുന്നു. താൻ വലിയ സങ്കടത്തിലായി. ഭാര്യയുടെ ഖബറന്വേഷിച്ചു. ശ്മശാനത്തിൽ ചെന്നു നോക്കിയപ്പോൾ ആ ഖബറിന്റെ മുകളിൽ നിന്ന് പ്രത്യേകമായിരിക്കുന്ന ഒരു തീനാളം കണ്ടു. അദ്ദേഹം അവിടെ പോയി ആ ഖബർ തുറന്നു നോക്കിയപ്പോൾ അതാ ഒരു കുഞ്ഞ് ജീവനോടുകൂടെ ഖബറിൽ കിടന്നിങ്ങനെ കരയുകയാണ്. ഭാര്യ മരണപ്പെട്ടിരിക്കുന്നു. കുഞ്ഞിനെ വാരിപ്പൊക്കിയെടുത്തു. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ അരികിൽ കൊണ്ടുവന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹോദരാ, നിങ്ങൾ പോകുന്നത് ആ സമയത്ത് ഭാര്യയുടെ ഗർഭത്തിലുള്ളതായ കുഞ്ഞിനെ അമാനത്ത് വെച്ച കൂട്ടത്തിൽ ആ ഉമ്മനെയും കൂടി നിങ്ങൾ അമാനത്ത് വെക്കുകയാണെങ്കിൽ ഇന്നല്ലാഹ ലാ യുളയ്യു അമാനത അഹദിൻ, ആരുടെ അമാനത്തുകളും അള്ളാഹു പഴാക്കുകയില്ല. അവൻ വളരെയധികം കാത്തു സൂക്ഷിക്കാനുള്ള കെലിപ്പും യോഗ്യതയും വാഗ്ദാനം സാക്ഷാത്കരിക്കുന്നവനുമാണ്. പക്ഷേ നിങ്ങൾക്ക് അബദ്ധം സംഭവിച്ചുപോയി. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, യാത്ര പോകുന്ന സമയത്ത് വേണ്ടപ്പെട്ട ആളുകളോടും ഭാര്യ മക്കളോടും മാതാപിതാക്കള് എല്ലാവരോടും നമ്മൾ ഈ പദം പ്രയോഗിച്ചു പോയാൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ ഒന്നും നഷ്ടപ്പെടുകയില്ല. എല്ലാം വളരെ പരിപൂർണമായ സംരക്ഷണം. കള്ളന്മാരുടെ കൊള്ളകളോ ചതിയന്മാരുടെ ചതികളോ വാലിമീങ്ങളുടെ അക്രമങ്ങളോ ഒന്നും നമുക്ക് അതിനൊന്നും വിധേയമാവാതെ കണ്ട് എല്ലാം നമുക്ക് സംരക്ഷണം. മഹാന്മാരായിരിക്കുന്ന ബദരീങ്ങളെ ചരിത്രത്തിൽ നമുക്ക് കാണാമല്ലോ. യാത്ര പോകുന്ന സമയത്ത് ഏറ്റവും കൊള്ളയുള്ളതായ നാട്ടിൽ നിന്നാണ് അവർ പോകുന്നത്. അവർ പോയ സമയത്ത് കള്ളന്മാർ വീടുകളിലേക്ക് വന്നു. ആ വീട്ടിൽ വന്നുകൊണ്ട് കക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ആ വീട്ടിനുള്ളിലേക്ക് കടക്കാൻ അവർക്ക് കഴിയുന്നില്ല. വളരെ പ്രയാസപ്പെട്ടു. കടക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവസാനമായി ആ ഹജ്ജിന് പോയതായിരിക്കുന്ന സഹോദരൻ തിരിച്ചു വന്നപ്പോൾ കള്ളന്മാരുടെ റഈസുൽ ഉസൂസ് ആ ആളിലേക്ക് ചെന്നു. ചോദിച്ചു, എന്താണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കള്ളന്മാരെ പ്രതിരോധിക്കാൻ ചെയ്തു വെച്ചതായിരിക്കുന്ന മരുന്നുകൾ 1000 എന്താണ്?
അയാള് പറഞ്ഞു മാ സനഅതു ഫീ ബൈതി മിൻ ശൈ, ഞാൻ എന്റെ വീട്ടിൽ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല, ഞാൻ അള്ളാഹുവിലേക്കുള്ള ഹിഫ്ള് അമാനത്ത് വെച്ച് ഞാൻ പോയി. അതിന്റെ പുറമെ ഞാൻ എന്റെ വാതിലിന്റെ ആ പലയുടെ മുകളില്, ആ കട്ടിലയുടെ മുകളിൽ എഴുതി വെച്ചിരുന്നു വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം, അള്ളാഹു തആല ഹിഫ്ളിനും അമാനത്തിനും യോഗ്യനാണ്, അള്ളാഹുവിനതൊന്നും ഒരു ഭാരമുള്ള കാര്യമല്ല, അള്ളാഹു തആല പരിപൂർണമായ ശക്തിയും എല്ലാ ഓർമ്മയും എല്ലാ കഴിവുകളും അധികാരവും പ്രാപ്തിയും ഉള്ളവരാണ് എന്നർത്ഥം കുറിക്കുന്ന ഒരു ചെറിയ വാക്ക് എഴുതി വെച്ചു. അതോടുകൂടെ വകതബതു അസ്മാ അഹ്ലി ബദരിൻ റളിയല്ലാഹു അൻഹു ഫീ ഉസ്ഖുഫത്തിൽ ബാബ്, വാതിലിന്റെ മുകളിൽ ഞാൻ അസ്മാഉൽ ബദർ, മഹാന്മാരായിരിക്കുന്ന ബദറിൽ പങ്കെടുത്തതായിരിക്കുന്ന 313 അല്ലെങ്കിൽ 365 അല്ലെങ്കിൽ 315 വരുന്നതായ ആ ഇസ്മുകൾ ഞാൻ ചെറിയ അക്ഷരത്തിൽ ഞാൻ എഴുതി വെച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, കള്ളന്മാര് പറഞ്ഞ ഇതുവല്ലാതെ കൊണ്ട് വേറെ ഒരു കാരണവും ഇതിന്റെ വീട്ടിലേക്ക് കടക്കാൻ നിങ്ങളെ തടസ്സപ്പെടുത്തിയിട്ടില്ല. കള്ളന്മാർക്കറിയാലോ എല്ലാ സാമഗ്രികളും അവരുടെ കയ്യിലുണ്ടാകുമല്ലോ. ഇത് മാത്രമല്ലാതെ വേറെ ഒന്നുമില്ല, ഞങ്ങളുടെ ആയുധക്കുറവ് കൊണ്ടല്ല, ഞങ്ങളുടെ പരിശീലന മോശങ്ങളെ കൊണ്ടല്ല, പരിസരങ്ങൾ പ്രതികൂലമായതുകൊണ്ട് ഒന്നുമല്ല, ഞങ്ങൾ ശ്രമിച്ച് നടന്നില്ല. ഈ സംഭവത്തിൽ നിന്ന് മഹാന്മാരായിരിക്കുന്ന ആളുകള് അസ്ഹാബുൽ ബദരീങ്ങളുടെ കറാമത്തുകളും അള്ളാഹു തആലയിലേക്ക് അമാനത്ത് വെച്ചാലുള്ള അവന്റെ ആ കരാറിന്റെ പാലനവും സാക്ഷാത്കരണവും വിവരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് യാത്രയുടെ ആരംഭത്തിലായി എവിടുന്ന് നാട്ടിൽ നിന്ന് പോരുമ്പോഴും പ്രത്യേകിച്ച് ഹജ്ജിന്റെ വിഷയത്തിലാണല്ലോ ഇതൊക്കെ പഠിക്കാനുള്ള ഒരു അവസരം നമുക്ക് അനുകൂലമാകുന്നത്. എല്ലാവരും വളരെ ഓർമ്മ വെച്ചുകൊണ്ട് ഈ വാക്കുകൾ പറയുകയോ അല്ലെങ്കിൽ അതിന്റെ അർത്ഥം കുറിക്കാവുന്ന പദങ്ങളോ പറഞ്ഞ് വളരെ സമാധാനത്തോടുകൂടെ സന്തോഷത്തോടെ നമുക്ക് യാത്ര പറഞ്ഞു പോരാം. അതോടുകൂടെ നമ്മൾ ഇന്നലെ പറഞ്ഞു ആഹാരം കഴിക്കുന്നതിന്റെ രൂപങ്ങൾ, ആഹാരത്തിൽ നിന്നുള്ളതായിരിക്കുന്ന 3 ഭാഗം, അതുപോലെ തന്നെ ഉപകാരമുള്ളത് ഉപകാരമില്ലാത്തത്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇബാദത്തുകൾക്ക് വേണ്ടി പ്രത്യേകമായി ഹജ്ജ് യാത്ര ഒരു ഇബാദത്തിനുള്ളതായ യാത്രയിൽ നാം ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ പരസ്പരമായി വഴക്ക് കൂടുക, ശണ്ട കൂടുക, അനാവശ്യമായ കലാമുകൾ സംസാരിക്കുക, ഇതൊന്നും നമുക്ക് ഹജ്ജ് യാത്രയിൽ ഒരിക്കലും അനുയോജ്യമല്ല. കാരണം 3 കാര്യങ്ങളെ കൊണ്ടാണ് ഹജ്ജ് മബ്റൂറാകുന്നതും മഖ്ബൂലിലേക്ക് സഹായകരമാകുന്നു എന്ന് ഈ പറയാൻ പോവുകയാണ്. അത് ആ 3 കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായി കിട്ടാൻ വേണ്ടി ഇതിന്റെ മുന്നോടിയായി അതിന്റെ മുഖവരയായി ആദ്യമായി ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഓർമ്മപ്പെടുത്തുന്നതെല്ലാം. അതുപോലെ തന്നെയാണ് നാം സഞ്ചരിക്കുന്ന വാഹനങ്ങളെപ്പറ്റി ദുഷിച്ചു പറയുക. ഏതൊരു സാധനവും അതിനെ നമ്മൾ ആക്ഷേപിച്ച് പറയുമ്പോൾ ആ ആക്ഷേപത്തിന് ആ വസ്തു അർഹമല്ലെങ്കിൽ ആ ആക്ഷേപം സ്വയമായി നമ്മിലേക്ക് തിരിച്ചു വരുന്നു. ഇപ്പൊ ഉദാഹരണമായി നമ്മളൊരു നാൽക്കാലിനെ ശപിക്കുക, ഈ പഹൻ പോത്ത് അല്ലെങ്കിൽ പട്ടി, അതിന് വേറെ ഒരു സാധനം കോഴി, എന്തെങ്കിലും ഒരു നാൽക്കാലിയെ കുറിച്ച് നമ്മൾ ശപിച്ചാൽ ആ ശാപത്തിന്റെ വാസ്തവത്തിൽ നാൽക്കാലി അർഹനല്ല. കാരണം അതിന് വിശേഷ ബുദ്ധിയില്ല. നമ്മുടെ തൊഴുത്തിൽ നിന്ന് വിട്ടതായിരിക്കുന്ന കാളനെ ഉടനെ പോയിട്ട് മറ്റവന്റെ വിളയിൽ പോയി നെല്ല് നിന്നു. പല പ്രാവശ്യം നിന്നപ്പോ അവന്റെ ആക്ഷേപങ്ങളും എതിർപ്പുകളും വന്നപ്പോ ഇവന് ദേഷ്യം പിടിച്ച് കാളനെയാണ് ചീത്ത പറയുന്നത്, കാളയെ അടിക്കുന്നത്. കാളക്കറിയോ ആരാന്റെ മുതലാളി തിന്നാൻ കഴിയും പറ്റുകയില്ല, നമുക്ക് ചേർന്നതല്ല, ഇതിന് മാന്യന്മാർക്ക് ചേർന്നല്ല, അല്ലെങ്കിൽ മുതലാളിക്ക് ഇത് ദോഷമാണ്, അറിയില്ലല്ലോ. അപ്പൊ ആ കാളയെ ശപിച്ചത് മുഴുവനും ആരിലേക്ക് തിരിച്ചു വരികയാണ്, നമ്മയിലേക്ക് തിരിച്ചു വരുന്നു. അതുപോലെ സാധാരണ സ്ത്രീകൾ എന്ത് ചെയ്യാറുണ്ട്, എന്തെങ്കിലും ഒരു കത്തി കൊണ്ടുവന്ന് ഒരു സാധനം അങ്ങനെ മുറിക്കുക, കത്തിയുടെ മൂർച്ച കുറവുകൊണ്ട് സാധനം മുറിയുന്നില്ല, പല പ്രാവശ്യം മുറിച്ചു. അപ്പൊ പറഞ്ഞ് പണ്ടാറടക്കാൻ വേണ്ടി കത്തി തീരെ മുറിയുന്നില്ല. ഇങ്ങനെ പണ്ടാറടങ്ങാൻ വേണ്ടി എന്ന് പറയുന്ന പ്രയോഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല. വയുക്സിർനൽ ലഅന വയക്ഫുർനൽ അശീറ, അവർ ലഅന അധികരിപ്പിക്കുന്നതാണ്. പണ്ടാറടക്കാൻ വേണ്ടിയിട്ട് കുരുത്തം കെട്ടവൻ, വെടക്ക്, നാശം, ഇങ്ങനെയുള്ള പദങ്ങൾ കൂടുതലും അവരിൽ നിന്നാണ് വരുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ ലാഭം എന്താണ്? അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും തുറമുകളിൽ വന്ന് ഇങ്ങനെ നേലടിച്ചുകൊണ്ട് നമുക്കത് പ്രയാസങ്ങളാണ് ഉണ്ടാകുന്നത്. ചെറിയതായ പൈതങ്ങളെ ചീത്ത പറയും, അവരെ നമ്മൾ ആക്ഷേപിക്കും, അവരെ നാം മർദ്ദിക്കും, അവരെ എല്ലാ നിലനിൽക്കും നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, വിഷമിപ്പിക്കും. ചില സമയങ്ങളിൽ നമുക്ക് മനസ്സിന് വിഷമാകുമ്പോൾ ചിലപ്പോ ഭാര്യ ഭർത്താവ് തമ്മിൽ പരസ്പരമായ ചെണ്ട കൂടിയ ആരെയല്ല, ഭാര്യ പോയിട്ട് ഭർത്താവിനെ തല്ലുന്ന ഭാര്യമാരൊക്കെ ഉണ്ട്. പക്ഷെ അധികവും തല്ലാലില്ലല്ലോ. പെണ്ണ് അധികവും ആണുങ്ങളെ തല്ലാറില്ല, തല്ലുന്ന പെണ്ണുകളൊക്കെ ഉണ്ട്, വളരെ ചുരുക്കമായിട്ട്. ഒരു ദിവസം എന്റെ ദൃഷ്ടിയിൽ ഒരു പെണ്ണ് ഒരു ആണിനെ തല്ലുന്നത് ഞാൻ കണ്ടു. നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ബോംബെ റൂട്ടിൽ പോവാ. പക്ഷെ അതിന്റെ വിശദീകരണം തന്ന ആള് പറഞ്ഞു, വാസ്തവത്തിൽ അയാളെ നിക്കാഹ് ചെയ്ത പെണ്ണല്ല അത്. എന്താവട്ടെ, ഈ ഫുട്പാത്തിന്റെ മുകളിൽ ഇരുന്ന് എന്തോ സംസാരിച്ചിട്ട് വാഹനം കാത്തിട്ട് മറ്റാൾ വണ്ടി വിളിക്കാൻ പോയി കാത്തുക നിൽക്കുക. ഒരു പെണ്ണ്, രണ്ടാളെ കൂടി സംസാരിക്കുമ്പോൾ ഒരു പെണ്ണ് അങ്ങട്ടിച്ച് കവളത്ത് ഒരൊറ്റ അടിയാ, നല്ല ഇങ്ങടെ ആന ഒരൊറ്റ അടി. അതോടുകൂടി അയാൾ തിരിഞ്ഞ പാട് അടുത്ത ഇവിടെ മറ്റേ അടിച്ചു. എന്തെങ്കിലും ഇയാൾ നാറാമുറ നാറായണെന്നൊന്നും അനങ്ങുന്നില്ല. അപ്പൊ ഈ പെണ്ണിന്റെ അടിയിൽ ഇയാൾ വഴങ്ങിയത്, ഞാൻ വന്ന് മറ്റാൾ വണ്ടി വിളിച്ചു വന്നപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ചിലപ്പോൾ
ഇവിടുന്ന് വേറെ ഒന്ന് രണ്ടാളെ കൂടി എൻ്റെ കൂടെ യാത്രയുണ്ട്. അതോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അത് സാക്ഷാൽ പെണ്ണാവുകയില്ല. ഇയാൾ എന്ത് ചെയ്യുന്നതാണ്, അവളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് അവളുടെ പിന്നാലെ കൂടിയപ്പോൾ അവൾ ചില നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ടാവും. അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നപ്പോൾ എന്ത് ചെയ്തു, പരസ്പരം ചെണ്ട കൂടി അതിലടിച്ചതാ. ഏതായാലും എനിക്ക് മനസ്സിലായി ആണുങ്ങളെ തല്ലുന്ന പെണ്ണുങ്ങളും ഉണ്ട്. ഇതൊരു അത്ഭുതമായ സംഗതി തന്നെയാണല്ലോ. അങ്ങനെ പല ഇടങ്ങളിലുണ്ട്. നല്ല യോഗ്യതയുള്ള പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും. ഇന്നലെ മിനിഞ്ഞാൽ പത്രത്തിൽ ഒരാൾ വായിച്ചിട്ട് പറഞ്ഞു, ഒരു അമ്മായിമ്മയുടെ മൂക്ക് മരോട് മുറിച്ചെന്ന്. ഇത് വേണ്ട വായിച്ചില്ലേ? അമ്മായിമ്മന്റെ മൂക്ക് മരോട് മുറിച്ച്. ചില അമ്മായിമാരെ മൂക്കൊക്കെ മുറിക്കേണ്ടി വരും. ഇരിക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ എപ്പോഴും അമ്മായിമ്മമാരാവാതെ അവർ ശ്രദ്ധിക്കണേ. നിങ്ങൾ അമ്മായിമ്മയുടെ മൂക്ക് മുറിച്ചാൽ നിങ്ങളുടെ മൂക്ക് മുറിക്കാൻ എന്റെ പിന്നിൽ ആള് വരുന്നുണ്ട്, വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ മകൻ എന്ത് ചെയ്തു, വന്ന് അമ്മായിമ്മയുടെ അവന്റെ അമ്മുമ്മയാണല്ലോ മൂക്ക് കുറിച്ചപ്പോ വേജാറായി, വിഷമമായി, സംസാര വിഷയപ്പോ അവൻ നല്ല അടി കളിച്ചു, ഒന്നും കഴിച്ചിട്ടായി. രണ്ട് ദിവസമൊക്കെ വായിച്ചു നോക്കുന്ന ആളാണല്ലോ നിങ്ങള്. ഇതൊക്കെ ഒരു അത്ഭുതകരമായ സംഭവങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധമായിരിക്കുന്ന ഈ യാത്രയിൽ ശപിക്കാൻ നമുക്ക് അർഹതയില്ല, നമുക്ക് ശപിക്കാൻ പറ്റുകയില്ല. ഓടുന്ന വാഹനം വണ്ടാനടക്കാൻ വേണ്ടി ഈ വാഹനം നമ്മൾ വിചാരിച്ച മാതിരി സ്പീഡില്ല, അതിൽ വേറെ എന്തെങ്കിലുമാണ്, അല്ലെങ്കിൽ അതിന്റെ സീറ്റ് അങ്ങനെ മറിഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ തിരിഞ്ഞുകൊണ്ടാണ്. ഇങ്ങനെയുള്ള ശാപത്തിന്റെ പദം പ്രയോഗിക്കുമ്പോൾ ആ ശാപത്തിന് ആ വസ്തു അർഹനല്ല എങ്കിൽ ആ ശാപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യറുദ്ദു ഇലൈഹി, അതിൻ്റെതായ നാശഫലങ്ങൾ ആ മനുഷ്യൻ ഏൽക്കേണ്ടി വരുന്നതാണ്. ആട് പെണ്ണ് ആരായിരുന്നാലും ശരി, അത് ശ്രദ്ധിക്കാനും വേണ്ടിയാണ് മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങളുടെ യാത്രയിൽ വളരെ ശ്രദ്ധിക്കണം. വയസൂന ലിസാനഹു വയതജന്നബ, നാവ് വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. നാവ് കൊണ്ടാണ് വൽ യുലാഹിൽ ഖൗലഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതിൽ എല്ലാം പറഞ്ഞിട്ട് അവസാനമായിട്ട് നബിതങ്ങളുടേതായ ഒരു വാക്ക് പരിഗണിക്കണം, ശ്രദ്ധിക്കേണ്ടതാവുന്നു. എന്താണ് റസൂലുള്ളാഹിന്റെ വാക്ക്? ഫമൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് ഖറജ മിൻ ദുനൂബിഹി കയൗമ വലദതുഹു ഉമ്മുഹു. ആരെങ്കിലും പരിശുദ്ധമായ ഹജ്ജ് ഉംറ നിർവഹിച്ചു, പക്ഷേ ഫലം യർഫുസ് വലം യഫ്സുഖ്, ഫുസൂക്ക് റഫസ് എന്ന് പറയപ്പെടുന്ന രണ്ട് കാര്യം, വേറെ ഒരു കാര്യം കൂടി ഖുർആനിൽ ഇനി വരാൻ പോകുന്ന ഒരു വിഷയമാണ്. റഫസ് എന്ന് പറയപ്പെടുന്ന കുറ്റകരമായ നീച വാക്ക് പ്രവർത്തനങ്ങൾ. ഫുസൂക്ക് എന്ന് പറഞ്ഞാല് അവന്റെ നാവ് കൊണ്ടും അവന്റെ കൈ കൊണ്ടുണ്ടാകുന്ന റാമായ ഒരു പ്രയോഗം, എല്ലാം മോശമായ കാര്യം തന്നെ. ഇങ്ങനെ കുറ്റകരമായ കാര്യം റഫസ് എന്ന് പറയുന്നത് ഹജ്ജിന്റെ വേളയിലാണെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അഭിപ്രായ പ്രകാരം ഹജ്ജ് നേറാൻ ചെയ്തതിന്റെ ശേഷമായി സ്ത്രീ സമ്പർക്കം ഉണ്ടാവുക എന്നൊരു അർത്ഥവും കൂടി അതിനുണ്ട്. ഏതായാലും ആകട്ടെ, അതൊന്നും സംഭവിക്കാതെ കണ്ട് അവന്റെ നാവുകളും അവന്റെ കണ്ണും മൂക്കും കയ്യും കാലും അവന്റെ മജ്ജ എല്ലാം സൂക്ഷിച്ചുകൊണ്ടാണ് ഒരു കർമ്മം നിർവഹിച്ചതെങ്കിൽ ഹബീബാ നബി തങ്ങൾ പറയാണ്, ഖറജ മിൻ ദുനൂബിഹി കയൗമ വലദതുഹു ഉമ്മുഹു, അതാണ് വൽ യുലാഹിൽ ഖൗലഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ. വളരെ ഗൗരവത്തോടുകൂടെ പരിഗണിക്കണം. എന്നാൽ അവന് പരിശുദ്ധമായ ഹജ്ജ് ചെയ്തു വന്നാൽ അവൻ ആരാണ്? ഉമ്മ വെച്ചതായ കുഞ്ഞിന്റെ അവസ്ഥ ഒരു പാപത്തിന് സമയം ലഭിച്ചിട്ടില്ല, വളരെ ചെറുതായി പോയി, കയ്യും കാലിട്ട് പിടച്ചിട്ട് കാര്യങ്ങൾക്ക് വേണ്ടി കരയുന്ന കുട്ടി എന്നല്ല അതിന്റെ അർത്ഥം. ആ കുഞ്ഞ് നിരപരാധിയാണ്. ചെറിയതായ ഒരു കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ഒരു പൈതലിനെ കാട്ടിക്കൊണ്ട് മഴയില്ലാത്ത സമയത്ത് പടച്ചവനെ, ഈ പൈതലിനെ കൊണ്ടിട്ട് നീ ഇതിന്റെ കാരണമായി എനിക്ക് നീ വെള്ളം തരണമെന്നൊരു ഉമ്മ ദുആയിരുന്നാല് തീർച്ചയായിട്ടും മഴ ലഭിക്കപ്പെടുന്നതാണ്. ലൗലാ ശുയൂഹുൽ ലില്ലാഹി റുകഉ വസുബിയത്തും മിനൽ യതാമാറുല്ലു വമുഹ്മലാത്തും ബിൽ ഫലാത്തിറുതഉ സുബാലൈകുമുൽ ലദാബുൽ ലൗജഉ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ വാക്കുകളെ കൊണ്ട് പദ്യമാക്കി മഹാന്മാര് പറയുകയാണ്, ഈ നാട്ടിൽ ലോകത്ത് സഞ്ചരിക്കുന്നതായിരിക്കുന്ന അക്രമികളായ ആളുകളൊന്ന് ചിന്തിക്കട്ടെ, അള്ളാഹുവിന്റെ ഔദാര്യമായ വാനലോകത്തുള്ള മഴ പെയ്യിപ്പിക്കാൻ ഒരു കൃത്രിമ ശക്തികൾക്ക് ഇതുവരെ ആവശ്യത്തിന് മഴ പെയ്യിപ്പിക്കാനുള്ള യന്ത്രങ്ങളോ കണ്ടുപിടുത്തങ്ങളോ നിരീക്ഷണങ്ങളോ വിജയിച്ചില്ല. താൽക്കാലികമായ മഴകളൊക്കെ അവളൊക്കെ ചാറിയെങ്കിലും ദാഹം തീരാൻ പറ്റിയില്ല, ഭൂമിക്ക് ആവശ്യമായത് കിട്ടിയില്ല, കൃഷി ഉണ്ടാക്കാനോ വിളയുണ്ടാക്കാനോ ആയില്ല. അള്ളാഹു ചോദിക്കുന്നു, അഫറൈതുമുൽ മാ അല്ലദീ തശ്റബൂന അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. ആളുകളെ, നിങ്ങൾ എന്നോടൊന്ന് പറയൂ, വാനലോകത്തിൽ നിന്നും ആവശ്യമായിരിക്കുന്ന ജലസൗകര്യങ്ങൾ നിങ്ങൾക്ക് തരുന്നത് അതിന്റെ പിന്നിലുള്ളതായ പ്രവർത്തന ശക്തി നിങ്ങളെ കൊണ്ടുണ്ടായതാണോ, അതല്ല എന്റെ വകയായ എന്റെ സ്വയമായ കഴിവിൽപ്പെട്ടതാണോ എന്നുള്ള ചോദ്യത്തിന് ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ ഒരു മഖ്ലൂഖിന് എന്റെ കഴിവാണെന്ന് പറയാൻ സാധിച്ചില്ല. അങ്ങനത്തെ മഴ ചെറിയതായ കുഞ്ഞിനെ കൊണ്ട് മഴ പെയ്യിപ്പിക്കപ്പെടുന്നതാണ്. ആദ്യമായി കുഞ്ഞുങ്ങളെ കൊണ്ട് മഴ പെയ്യിപ്പിക്കുക എന്നുള്ളത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ
ആ പ്രസവാനന്തരമായി ഹലീമ റളിയല്ലാഹു അൻഹ കൊണ്ടുപോയിട്ട് ഈ കുഞ്ഞിന്റെ കാരണമായി മഴ പെയ്യിപ്പിക്കണമെന്ന് അള്ളാഹിനോട് ദ്വാരക്കുമ്പോൾ മഴ കിട്ടിയിരുന്നു. അതാണ് നാരിയത്ത് സലാത്തിൽ വയുസ്തസ്ഖാ ബിഹിൽ ഗമാമു, മഴകൾ നബിയെ കൊണ്ട് പെയ്യിപ്പിക്കപ്പെടുന്നതാണ് അന്ന് തുടങ്ങി വെച്ചു. ഏതായാലും ആവട്ടെ, അത്രയും വലിയതായിരിക്കുന്ന ഒരു ശക്തിയാണ്. ചെറിയതായ കുഞ്ഞുങ്ങൾ കാരണമായി ഇവിടെ മഴ പെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് മറ്റുള്ള മൃഗങ്ങളെ കൊണ്ട് ഇവിടെ മഴ പെയ്യുന്നതാണ്. പ്രായമെത്തിയതായിരിക്കുന്ന 70 വയസ്സിന്റെ മീതെയുള്ളതായിരിക്കുന്ന പ്രായമെത്തിയവർ, 70 വയസ്സിന്റെയും 60 വയസ്സിന്റെ ഇടയിലാണ് എന്റെ ഉമ്മത്തിമാരുടെ പ്രായങ്ങള്. അയമാറു ഉമ്മത്തി മാ ബൈന സിത്തീന വസബീന, 60ന്റെയും 70ന്റെ ഇടയിലാണ് എന്റെ ഉമ്മത്തിമാരുടേതായ വയസ്സുകള്. കല്ലമ യുജാബിസു ദാലിക, അധിക വളരെ അപൂർവമായിട്ട് എന്ത് ചെയ്യുന്നതാണ് 80 വയസ്സ് വിട്ടിട്ട് ആളുകൾ ജീവിക്കാം, അപൂർവമാണ്. അധികം അതിന്റെ ഉള്ളിൽ കഴിഞ്ഞു പോവുകയാണ്. അപ്പൊ 70 വയസ്സിന്റെ ശേഷമായപ്പോഴേക്കുമ്പോൾ ക്ഷീണായി, ആരോഗ്യപരമായി എല്ലാം ക്ഷീണിച്ചു. കാല് വേദന, പല്ല് വേദന, എല്ല് വേദന, കണ്ണുതിന്റെ കാഴ്ച കുറവ്, കാതിന്റെ കേൾവി കുറവ്, ഇങ്ങനെയൊക്കെ ആവും. പല ആളുകളും ഇപ്പൊ ഇത്ര പ്രായത്തിയ ആളുകളൊക്കെ ഇവിടെ ഉണ്ടാവാം. നമുക്കും അതിന്റെ അടുത്തേക്ക് എത്താൻ പോവുകയാണ്. അതൊക്കെ കഴിഞ്ഞ് വേദനകളൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല എന്റെ പ്രായമായതുകൊണ്ടാണ് വേദന, അല്ല, ഇവിടുത്തെ ക്ലൈമറ്റ് അനുകൂലമല്ലാത്തത് കൊണ്ടാണ്, ശക്തിയായ തണുപ്പ് വന്നതുകൊണ്ടും വെള്ളം തണുത്തത് കൊണ്ടും AC-യുടെ കാറ്റ് തട്ടിയത് കൊണ്ടും ഒക്കെ ആണെന്നാണ് നമ്മൾ വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ മരുന്നൊക്കെ വെച്ച് എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ച് തൂങ്ങി കടിച്ചിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുക. ജോലിയൊക്കെ പോകുന്നതിന്റെ മുമ്പായിട്ട് ഇവിടെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വല്ല കഫ്തേരിയകളോ അല്ലെങ്കിൽ വല്ല പാർട്ട്ണർഷിപ്പ് കൂടിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു വിസ ഇവിടെ സംഘടിപ്പിച്ചാൽ എങ്ങനെയും പിടിച്ചു നിൽക്കുക, ഇതിനു വേണ്ടി തുനിയുകയാണ്. വാസ്തവത്തിലോ സമയങ്ങൾ ഇവിടെ അതിക്രമിച്ചിരിക്കുന്നു. നാട്ടിൽ പോയി ഒരു 4 വർഷമെങ്കിലും തെറ്റുപോറ്റിയതായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവര്, അല്ലെങ്കിൽ സ്വന്തമായ മുതുകിൽ ജനിച്ച മക്കളുമായി ഒന്ന് കൂടി ജീവിച്ചിട്ട് അവരുമായി ഒരു സന്തോഷങ്ങൾ കൈമാറാൻ സമയം കിട്ടിയില്ല. കാരണം നേരത്തെ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് പോകുന്നു ഗൾഫിലേക്ക്. പിന്നെ ഇടക്കൊക്കെ പോണ പോക്കിൽ ഇങ്ങനെ മക്കളുണ്ടാകുന്നല്ലാതെ ഈ കുട്ടികളെ കൊണ്ട് 4 മാസം 5 മാസമൊക്കെ ഒന്ന് ഇരുന്ന് സന്തോഷിക്കാനുള്ള സമയം കിട്ടിയില്ല. എന്നാൽ ഈ കയ്യിന്റെയും കാലിന്റെ ഒക്കെ വേദന പോകുമ്പോ പാസ്പോർട്ട് നിർത്തി നോക്കണം, എനിക്ക് എത്ര വയസ്സായി എന്നുള്ളത്. അപ്പൊ പോണ്ടി വരില്ലേ? അപ്പൊ ഇവിടെ തന്നെ എന്ത് ചെയ്യും, അടഞ്ഞുകൂടാ. ഇതാണ് നമ്മുടേതായിരിക്കുന്ന അവസ്ഥകൾ. അപ്പൊ ഏതായാലും 70 വയസ്സ് കഴിഞ്ഞാല് മൊത്തം ക്ഷീണാണ് പിന്നുള്ളത്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ചിലപ്പോ 100 വയസ്സൊക്കെ ആയിട്ട് 80 വയസ്സായതിന്റെ ശേഷം ഇപ്പൊ കുട്ടികളുണ്ടായി, മക്കളുണ്ടായി, ഒരു പെണ്ണ് 2 or 3 കുട്ടീനെ പ്രസവിച്ച് എന്നൊക്കെ കടലാസിലൊക്കെ എഴുതിയിട്ട് ആരൊക്കെ വായിച്ചിരുന്നല്ലോ. അതൊക്കെ അപൂർവ സംഭവങ്ങളല്ലേ സഹോദരന്മാരെ. അപ്പോ ഏതായിരുന്നാലും ഈ ചെറിയ വയസ്സായതായിരിക്കുന്ന ആളുകള് അവരുടെ സമയമൊക്കെ കഴിഞ്ഞിട്ടും ആരാധന കർമ്മങ്ങളിലെ ക്ഷീണം വരുത്താതെ കണ്ട് എല്ലാതും മുറപോലെ ഇങ്ങനെ ചെയ്യുന്നതായ ആളുകൾ, റബ്ബിനെ ഭയപ്പെടുന്നതായ പാവപ്പെട്ടതായിരിക്കുന്ന പ്രായമെത്തിയ ആണുപെണ്ണുങ്ങൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കില് അതുപോലെ തന്നെയാണ് നിരപരാധികളായി കാടുകളിലും മരുഭൂമികളൊക്കെ മേഞ്ഞു തിന്നുന്നതായിരിക്കുന്ന കാലികൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ കാളകളും പോത്തുകളും ആടുകളും അതുപോലെ പട്ടികളും അതുപോലെയുള്ള ജന്തുക്കളൊക്കെ അവരെല്ലാവരും നിരപരാധികളാണ്. അതൊന്നും ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ തോന്നിവാസം ചെയ്യുന്ന അക്രമികളായ മനുഷ്യന്മാരുടെ മേലെ തീമഴ പെയ്യാൻ യാതൊരു പ്രയാസവുമില്ല, ഭൂമിയിൽ ആണ്ടുപോകാൻ ഒരു പ്രയാസമില്ല. അതുപോലെ തന്നെയാണ് തീക്കാറ്റുകൾ വന്നുകൊണ്ട് അവരെ കരിച്ചേക്കാം, ഭൂചലനങ്ങളെ കൊണ്ട് തരിപ്പണമാക്കിയേക്കാം. പക്ഷേ ഈ ആരാധിക്കുന്നവർ വിഭാഗം പാവപ്പെട്ട നിരപരാധികളും മനുഷ്യരിൽപ്പെട്ടവരും അതുപോലെ ചെറിയ കുഞ്ഞുങ്ങളും ഇവിടെ ഉണ്ടായത് കൊണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ വളരെ അസഹ്യമായിരിക്കുന്ന വേദനാജനകമായ അദാബ് നൽകിയിരുന്നു. അപ്പൊ ചെറിയതായ ഒരു കുഞ്ഞിനെ പോലെ ഈ അവസ്ഥയിൽ എത്തിയാൽ എന്താ അതുകൊണ്ട് ഉപകാരം? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളൊക്കെ പഴയ കാലത്തിൽ ആളുകൾ പറയാറുണ്ട്, ഹജ്ജിന് പോയി എന്ന ആളുകളെ കൊണ്ട് ദ്വാരപ്പിക്കണം, അവരുടെ ദ്വാക്ക് ഉത്തരമുണ്ട്. ഹദീസിലൊക്കെ ഉള്ള സംഭവം തന്നെയാണ്. ആ ഉത്തരം പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്നതാണ്. ഹജ്ജിന് പോയി എന്നതായിരിക്കുന്ന ആളോട് പോയിട്ട് നിങ്ങൾ എനിക്ക് എന്റെ സോക്കൊന്ന് മാറാൻ വേണ്ടി ദ്വാരക്കാൻ ഞാൻ വലിയ പ്രയാസത്തിലാണ്, ഒരുപാട് ചികിത്സ ചെയ്ത് യാതൊരു ഫായിദയുമില്ല. ആ ഹജ്ജിന് പോയി വന്നതായിരിക്കുന്ന ആണുപെണ്ണ് പടച്ചവനോട് പറഞ്ഞു, റഹ്മാനായ തമ്പുരാൻ, ഈ പാവപ്പെട്ടതായ മനുഷ്യന് നീ രോഗശമനം നീ നൽകുകയല്ല, എനിക്കും നീ നൽകണേ അല്ലാ, ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനും ഹലാലായ തൊഴിൽ ചെയ്യാനുള്ളതായ ആഫിയത്ത് നീ ഒന്ന് കൊണ്ട തമ്പുരാനെ എന്ന് കൈ ഉയർത്തിയാൽ ലൈസ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ്, യാതൊരു തടസ്സങ്ങളും ആ വിഷയത്തിലില്ല. അത് 6 മാസമാണെന്നും അഭിപ്രായമുണ്ട്, അതല്ല ജീവിതകാലം മുഴുവനുമാണ് എന്ന്. അങ്ങനെ ആവണമെങ്കിൽ എന്താവണം? ഫലം യർഫുസ് വലം യഫ്സുഖ്, 2 നിബന്ധനയുണ്ട്. വേറെ മറ്റൊരു നിബന്ധന ഇനി പറയാനിരിക്കുന്ന വേറെ നിബന്ധനയും കൂടി ഉണ്ട്.
അങ്ങനെയാണോ ഇപ്പൊ ഹജ്ജിന് പോയി വന്ന ആളുകൾ, ഞാനടക്കമുള്ള പല ആളുകളും കൂടുതൽ ഹജ്ജിന് പോയവരുണ്ട്, ഒരു വട്ടം പോയവരും പലവട്ടം പോയവരുണ്ടല്ലോ. ചിന്തിച്ചു നോക്കാണ്, ഈ രൂപത്തിൽ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു രോഗി വന്നിട്ട് പഠിച്ചോണം ഇയാളെ സൂക്കടി മാറ്റണം, ഇയാളെ കടങ്ങളെ കൊണ്ട് വിഷമിച്ചു പോലെ കടം വിട്ടാൻ വഴി കൊടുക്കണം, ആൾക്ക് നീ മക്കളെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ കിട്ടൂല്ലേ എന്നുള്ള നമുക്ക് തന്നെ അറിയാലോ. നമ്മളും അള്ളയും കൂടിയുള്ള അടുപ്പം ഇത്രമാത്രം ഉണ്ട് നമുക്കറിയാം. ഒരാൾ വന്ന് നമ്മളോട് പറഞ്ഞു, എന്റെ ജോലിയുടെ കാര്യത്തിൽ എല്ലാം ശരിയായി, ഇനി ഒരു ചെറിയൊരു പോയിന്റ് കൂടി ബാക്കിയുണ്ട്, അത് ഇന്ന ആളെടുത്ത് പോകണം, പക്ഷെ നിങ്ങൾ പോയി പറഞ്ഞാലേ ശരിയാവുള്ളൂ, നിങ്ങൾ ആളും കൂടി വലിയ അടുപ്പല്ലേ. അപ്പൊ ഇയാൾക്ക് ചിന്തിച്ചാറിയാ ഞാൻ പോയി പറഞ്ഞാൽ നടക്കുമല്ലേ, എന്റെ അടുപ്പം എന്താണെന്ന് അറിയില്ലേ. എന്നാൽ റഹ്മാനായിരിക്കുന്ന തമ്പുരാനോട് നമ്മൾ കൈയുയർത്തിയാല് നാം പറഞ്ഞ ആവശ്യങ്ങൾ പരിഗണിക്കണമെങ്കിൽ അള്ളാഹു നമ്മളുമായുള്ള അടുപ്പം വേണം. അതിന് ആന്തരികമായ രണ്ട് ശക്തികളാണ് ഇവിടെ മഹാനായ റസൂലുള്ളാഹി